തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിനെത്തിയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP MG സാബു ഉൾപ്പെടെ 4 പേരെ പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. പോലീസ് സേനയിലെ സേനാംഗങ്ങളും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ച് പോലീസ് സേനയിലെ തന്നെ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉമേഷ് വള്ളിക്കുന്ന് മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിരുന്നു. കത്ത് എഴുതാനുണ്ടായൊരു സാഹചര്യം ഈ ഗുണ്ടകളുടെ അറസ്റ്റും ആ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉമേഷ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയത്. ഈ കത്ത് എഴുതിയതിൻ്റെ പേരിൽ ഉമേഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസ് സേനയുടെ അച്ചടക്കം ലംഘിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് എഴുതിയതിൻ്റെ പേരിൽ ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് പശ്ചാത്തലം. ഉമേഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഉമേഷ്, ഈ ഒരു സസ്പെൻഷന് വിധേയമായതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പോലീസിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതിനെക്കുറിച്ചും ഉമേഷിൻ്റെ നേരെ ഉണ്ടായ നടപടികളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കും. ഇത് 3ാമത്തെ തവണയാണ് ഉമേഷിനെതിരെ ഒരു പോലീസ് സസ്പെൻഷൻ ഉണ്ടാകുന്നത്. മുൻപത്തെ 2 തവണയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് അറിയാം എല്ലാവർക്കും. ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. അതായത് ആഗ് എന്ന് പറയുന്ന ഒരു പേരിൽ സംസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടത്തിനെതിരെ പോലീസ് തന്നെ ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ ഒരു വിരുന്ന് നടക്കുന്നൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ പോലീസുകാർ ആ വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത് വലിയ വാർത്തയായി. മുഖ്യമന്ത്രി തന്നെ അതിലുൾപ്പെട്ട DYSPയെ സസ്പെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചു. അപ്പോൾ തന്നെ നമ്മളൊരു ചർച്ച ചെയ്യുന്നുണ്ട്, പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയങ്ങളാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ളത്. നിങ്ങൾ പോലീസ് സേനയുടെ അകത്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് എഴുതിയിട്ട് അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സത്യത്തിൽ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും കൂടിയിട്ടാണ്. ഒരു സാധാരണ പോലീസുകാരന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത്. അതിനകത്ത് നിന്നിട്ട് ചെയ്യാന്ന് പറയുന്നത് അത് ഒട്ടും എളുപ്പമല്ല. ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം, അത് നടപടി ഉണ്ടാവുന്നൊരു കാര്യമാണ്. ചട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ഒരു സിസ്റ്റത്തിൻ്റെ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരസ്യമായി പോസ്റ്റ് ഇടാൻ പാടില്ല എന്നാണ്, ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് പാടില്ല എന്നാണല്ലോ നിയമമൊക്കെ. എന്നിട്ടും നിങ്ങളത് ചെയ്തു. അതിന് ധൈര്യം മാത്രമല്ല, അത്ര ഉറപ്പും കൂടി വേണം. ആ വിഷയത്തിന് അത്രയധികം ക്ലാരിറ്റിയും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരെ അറിയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു DGP ലെവലിലൊരു ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അയാളുടെ ട്രെയിനിങ് സമയത്ത് മാത്രമായിരിക്കും. പിന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കാണുന്നില്ല. പിന്നെ താഴെ നിന്നുള്ള റിപ്പോർട്ടുകളെ ആശ്രയിച്ചിട്ടായിരിക്കും. പിന്നെ SP റാങ്കിലൊക്കെ ഉള്ളപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ പോയിട്ട് ജസ്റ്റ് ആ പരിചയം ഉണ്ടാവുള്ളൂ. അപ്പം ഈ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ DYSPയെ സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ 3 ദിവസം കൂടി സർവീസുള്ള ഒരാളാണ്, റിട്ടയർ ആയി പോകുന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്താലും അദ്ദേഹം പോലീസ് സേനയിൻ്റെ അകത്ത് നിന്നുള്ള ഒരു സഹായം ഗുണ്ടകൾക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് നോർമലി പറ്റില്ല. ആരെങ്കിലും വഴിയൊക്കെ പറ്റും, ഡയറക്റ്റായിട്ട് പറ്റില്ല. പക്ഷേ പോലീസ് സേനയ്ക്ക് അകത്തുള്ള ഈ ആളുകൾക്ക് ഈ ഇത്തരം ഗുണ്ടകളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടമാണ്. അപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയത്. മുഖ്യമന്ത്രിക്ക് എഴുതാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് താഴേക്കിടെ തൊട്ട് മുകളിൽ വരെയുള്ള അടിമുടി പോലീസ് സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെയാണ് അത് അറിയേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് എഴുതിയത്. ഈ ഒരു ഇൻസിഡന്റ് മാത്രമാണോ അതിലേക്ക് നയിച്ചത്, അതോ നേരത്തെ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ? ഇത് വന്നപ്പോഴാണോ ഇങ്ങനെ ഒരു കത്ത് എഴുതി കളയാമെന്ന് വിചാരിച്ചേ? ഈ സംഭവം ഈ പോലീസും ഗുണ്ടകളോ അല്ലെങ്കിൽ പലതരം മാഫിയായിട്ടുള്ള വിശുദ്ധ ബന്ധത്തെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. SP എന്നെ സസ്പെൻഡ് ചെയ്യുന്ന പത്തനംതിട്ട SP കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനോരമ ചാനലിൽ പറഞ്ഞിരുന്നു, മനോരമ പത്രത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പത്രത്തിൻ്റെ കട്ടിങ് ഇട്ടുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു, അങ്ങേക്ക് ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് സാധിക്കും, ഒരു വാക്കും ഒരു ഒപ്പും മതി. എന്നാൽ ഈ ജില്ലയിലെ പോലീസ് മാഫിയ, മണൽ മാഫിയ ബന്ധങ്ങളോ ക്വാറി മാഫിയ ബന്ധങ്ങളോ അവസാനിപ്പിക്കാൻ അങ്ങേക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ പോലീസുകാരന് ആഴ്ചയിൽ ഒരു സോഫ് കൊടുക്കാനെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം അങ്ങേക്ക് പറ്റുന്നത് സസ്പെൻഡ് ചെയ്യാനാണ്, അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ അന്നൊന്നും സസ്പെൻഷൻ ഉണ്ടായില്ല. പിന്നെ ഈ ഒരു ഗുണ്ടാബന്ധം വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി, അപ്പോൾ നമ്മുടെ സ്റ്റേഷനിലുള്ള ഈ
പ്രതി ഇറക്കി വിട്ട സംഭവമുണ്ട്, IP പ്രതി ഇറക്കി വിട്ട, അത് SP ക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അതൊന്ന് വിശദീകരിക്കാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ പോസ്റ്റിനകത്ത് ഈ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അതായത് ഒരു കഞ്ചാവ് കേസിലെ പ്രതി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അയാൾക്കെതിരെ കേസെടുക്കാതെ അയാളെ ബസ് കയറ്റി വിടാനാണ് ഈ മേലുദ്യോഗസ്ഥൻ അതെന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ? ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പത്തനംതിട്ട പോകുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ആറന്മുള സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ എന്താ പറയുക, എല്ലാവരും പറയുമല്ലോ ഒന്ന് അടങ്ങി നിൽക്കാം എന്നല്ലേ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ അവിടെ ഒരു പ്രശ്നങ്ങളായിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ GD കയറുമ്പോൾ ലോക്കപ്പിലൊരു പ്രതിയുണ്ട്. അത് തലേ ദിവസം GD ചാർജ് സ്റ്റേഷൻ്റെ അന്നത്തെ ജനറൽ ഡയറി ചാർജ് ആയിരിക്കും. അപ്പോൾ സ്റ്റേഷൻ്റെ അന്നത്തെ ഒരു ചുമതല ആൾക്കായിരിക്കും. GD ചാർജ് എന്ന് പറയുന്നത് ആ സ്റ്റേഷനിലെ സീനിയർ ആയിട്ടുള്ള ഓഫീസർ ആയിരിക്കും. CI ഉണ്ടെങ്കിൽ CA ആയിരിക്കും, SP ഇപ്പോൾ CA അല്ല IP ആണ്, SI ആണെങ്കിൽ SI. അപ്പോൾ ഇവരൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മളൊക്കെ ആയിരിക്കും ചാർജ്. പക്ഷേ സാധാരണഗതിയിൽ സ്റ്റേഷനിൽ എന്താ സംഭവിക്കുകയെന്ന് വിചാരിച്ചാൽ ഈ GD ചാർജിൻ്റെ തലയിലായിരിക്കും ഈ സ്റ്റേഷൻ്റെ ഉത്തരവാദിത്തം രേഖാമൂലം. ഇപ്പോൾ സ്റ്റേഷനിൽ ഒരു പ്രതി ചാടിപ്പോയി, ഒരു പ്രതി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രതി കൊല്ലപ്പെട്ടു, ആദ്യം സസ്പെൻഷൻ ആവുന്ന ആൾ GD ചാർജ് ആയിരിക്കും. അപ്പോൾ അവിടെ CA ഉണ്ടോ SI ഉണ്ടോ അതൊന്നും നോക്കില്ല. GD ചാർജിനെയും പറവുകാരിയായിരിക്കും ആദ്യം സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അപ്പം മുൻപുണ്ടായിരുന്ന GD എന്നോട് പറഞ്ഞു, ഇങ്ങനെ പ്രതിയുണ്ട്, ഇയാളെ തെങ്കാശിക്കടുത്ത് തമിഴ്നാട് ബോർഡറിൽ പോയിട്ട് അഖിൽ പിടിച്ചുകൊണ്ടുവന്നതാണ്, അപ്പോൾ അയാളെ കോടതിയിൽ ഹാജരാക്കണം. പിന്നെ 2 പ്രതികൾ വേറെയുണ്ട്, അവരെ റിമാൻഡ് റിപ്പോർട്ട് പ്രദീപ് സാർ അടിച്ചു തരും, അപ്പോൾ അത് കൊണ്ടുപോകണം. അപ്പോൾ CI അന്ന് വന്നിട്ടില്ല, CIയുടെ വീടിൻ്റെ കോൺക്രീറ്റ് എന്തായിട്ട് ഓഫീസിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ലീവല്ല, പുള്ളി പെർമിഷനാണ്. അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് അടിച്ച് കിട്ടുമ്പോൾ സന്ധ്യയായി. സന്ധ്യയോട് അടുപ്പിച്ചിട്ടാണ് ഇദ്ദേഹം തന്നത്. അങ്ങനെ നമ്മൾ പാസ്പോർട്ട് കൊടുത്തിട്ടാണ് കോടതിയിലേക്ക് വിടുക. അപ്പോൾ പാസ്പോർട്ട് കൊടുത്ത് 2 പോലീസുകാരെ കോടതിയിലേക്ക് പ്രതികളെയും കൊണ്ട് അയച്ചു. പോയ ഈ പോലീസുകാർ കുറച്ച് കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഈ പ്രതിയും കൊണ്ട് റഹീമിനെയും കൊണ്ട് തിരിച്ചു വന്നു. റഹീമിനെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, IP പറഞ്ഞു, SHO പറഞ്ഞു, ഇയാളെ ഇവിടെ കോടതിയിൽ ഹാജരാക്കണ്ട, മജിസ്ട്രേറ്റ് ചീത്ത പറയും, അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോകണ്ട, തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വൈകിയതുകൊണ്ട് ചീത്ത പറയുന്നു, വൈകിയോണ്ട് ചീത്ത പറയും എന്നുള്ള ഒരു സാധനം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രതിയെ പത്തനംതിട്ട KSRTC വിളിച്ചിട്ട് തെങ്കാശിക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ബസ്സിൽ കയറ്റി വിടാൻ പറഞ്ഞു. ഞാൻ പത്തനംതിട്ട KSRTCയിൽ വിളിച്ചു, അവിടെ നിന്ന് ബസ്സില്ല. അപ്പോൾ ഞാൻ CA തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്ന് ബസ്സില്ല എന്ന് പറഞ്ഞു. പിന്നെ അടൂരേക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാൻ അടൂര് വിളിച്ചു, അടൂരിൽ നിന്ന് ബസ്സില്ല. കൊട്ടാരക്കര വിളിക്കാൻ പറഞ്ഞു. കൊട്ടാരക്കര സ്റ്റേഷൻ മൊബൈലിൽ കൊണ്ടുപോയിട്ട് കയറ്റി വിടാനുള്ള ഏർപ്പാട്. കൊട്ടാരക്കര ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് രാവിലെ 5:30 ബസ്സുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ വിടില്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേസ് ചാർജ് ചെയ്തിട്ടില്ലേ? കേസ് മുമ്പേ ചാർജ് ചെയ്ത കേസിലെ വാറണ്ട് പ്രതിയാണിത്. കോടതി വാറണ്ടായിട്ട് ഹാജരാവാതെ സമൻസ് കൊടുക്കുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി പോയിട്ട് സമൻസ് കൊടുത്തിട്ട് വരാതിരിക്കുമ്പോൾ വാറണ്ടിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന പ്രതിയാണ്. അപ്പൊ ആ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വിടുമ്പോ ഈ രേഖപ്പെടുത്തിയ അറസ്റ്റ് എന്താക്കും? അത് ആരും അറിയില്ലല്ലോ എന്നുള്ളതായിരിക്കും പുള്ളിയുടെ ഉദ്ദേശം. അതാണ് ഈ സ്റ്റേഷനകത്ത് നടക്കുന്നത് എന്താന്നുള്ളത് പുറത്ത് അറിയില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഈ വിസിറ്റേഴ്സ് ഇരിക്കുന്ന ബെഞ്ചുണ്ട്, അത് അവിടേക്ക് ക്യാമറയുടെ ശ്രദ്ധപ്പെടാത്ത വിധത്തിൽ ഇയാളെ അവിടെ കിടത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ 5:30 ഇറക്കി വിടാൻ പറഞ്ഞു. നമ്മളവിടെ കിടത്തി. നേരത്തെ വന്ന് ഇരുന്ന സംഭവമൊക്കെ CCTV ഉണ്ടാവില്ലേ? ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ കിടത്തി രാവിലെ 5:30 ആയപ്പോൾ ഇയാൾ പറഞ്ഞു, സാറേ ഞാൻ പോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, CA വന്നിട്ട് ചോദിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിടൂല എന്ന് പറഞ്ഞു. പിന്നെ CA വന്നു, ഇയാളെ പറഞ്ഞയച്ചു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഈ സംഭവം അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അറസ്റ്റ് രേഖപ്പെടുത്തി നമ്മുടെ കസ്റ്റഡിയിലുള്ള ഒരാള് കോടതിയിൽ ഹാജരാക്കപ്പെടാതെ സ്റ്റേഷനിൽ ഇല്ല എന്നുള്ള സാധനം വരുമ്പോൾ ചാടിപ്പോയി എന്നല്ലേ വരും അതിന്റെ അർത്ഥം? ചാടിപ്പോയി എന്നാണ്, അല്ലെങ്കിൽ ചാടിപ്പോയാലേ ഇവിടെ ഇല്ലാതെ ആവുന്നുള്ളൂ. പക്ഷെ ഈ ഇതാരും അറിയുന്നില്ലല്ലോ, ഇതൊന്നും പരിശോധിക്കുന്നില്ലല്ലോ, അറസ്റ്റ് ചെയ്തതുപോലും ആരും പരിശോധിക്കില്ലല്ലോ അല്ലേ? ഓക്കെ. പക്ഷെ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചുകാർ അത് റിപ്പോർട്ട് ചെയ്യുകയും വാർത്ത വരികയൊക്കെ ചെയ്തു. എങ്ങനെ പറഞ്ഞിട്ട്? അതായത് പ്രതിയെ മജിസ്ട്രേറ്റ് ചമ്മന് IP ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരികയും വിവാദമാകുകയൊക്കെ ചെയ്തു. അപ്പോൾ SP ഇതിലൊരു അന്വേഷണം പറഞ്ഞു. അന്വേഷണം എന്ന് പറഞ്ഞാൽ non-OI ആണ് പറഞ്ഞത്, അതായത് രേഖകൾ പരിശോധിച്ചിട്ടുള്ള ഒരു അന്വേഷണം. സത്യത്തിൽ ഇത് സാക്ഷികളെ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഞാനുണ്ട്, ഈ കൊണ്ടുപോയ ആൾക്കാരുണ്ട്, പ്രതിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും പരിശോധിക്കാത്ത ഒരു അന്വേഷണം പറയും. സ്റ്റേഷനിലെ GD എൻട്രിയും മറ്റ് രേഖകളൊക്കെ SP പരിശോധിക്കുകയും ചെയ്തു. പക്ഷെ ശരിക്കും ഇത് ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ്. നടപടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ SP ഒതുക്കി വെച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ കത്തെഴുതിയത്. ഇതിപ്പോ അന്വേഷണത്തിന് വിധേയമായിട്ടുള്ള സസ്പെൻഷൻ ആണല്ലോ, അങ്ങനെ ഒരു അന്വേഷണം നടന്നോ? അന്വേഷണം എന്ന് പറഞ്ഞാൽ
ക്കെതിരെയുള്ള അന്വേഷണം. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കുന്നത്. കാരണം ഞാൻ സർവീസിലിരിക്കുമ്പോൾ സ്വാധീനം ചെലുത്തും സാധ്യത, അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ മാറ്റി നിർത്തുന്നത്. പക്ഷെ അതേസമയം ഞാൻ ഇതിൽ ഉന്നയിച്ച ആരോപണം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വസ്തുതകളെ പറ്റിയിട്ട് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമില്ല. സത്യത്തിൽ ഈ പ്രതിയെ ഇറക്കി വിട്ട സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ CA അവിടുന്ന് മാറ്റണം, SHO മാറ്റണം. കാരണം ഇല്ലെങ്കിൽ ഈ SHOയ്ക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, തെളിവുകൾ നശിപ്പിക്കാം. പിന്നെ SHO എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലെ അപ്രമാദിത്വമുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് ആ സ്റ്റേഷനിൽ ഉള്ള ആൾക്കാരാണ് ഇതിലെ സാക്ഷികൾ. അവരെ പലതരത്തിൽ പ്രലോഭിപ്പിച്ചിട്ടോ ഭയപ്പെടുത്തിയിട്ടോ ഒക്കെ ഈ സാക്ഷി പറയുന്നതിൽ നിന്ന് പിന്മാറ്റാൻ പറ്റും. ഈ കൂട്ടിക്കൊണ്ടുവന്ന പോലീസുകാരനെ ഒക്കെ ഇപ്പം ഇത് ഇത്രയും തെളിവുകൾ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ പരിമിതികളുണ്ടാവും. പക്ഷെ എന്നാലും ഇവരെ സ്വാധീനിക്കാനും, ഇയാൾക്ക് സെൻറ്റി അടിച്ചിട്ടായാലും അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും സ്വാധീനിക്കും. അപ്പം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തയച്ചു, ഞാൻ പരസ്യമായിട്ട് അയച്ച കത്താണ്. അതിൽ എന്നെ മാറ്റി നിർത്തി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സസ്പെൻഷൻ എന്നുള്ളത്, അതായത് ഞങ്ങൾ പോലീസുകാർ പറയുന്നതാണ്, ഞാൻ CI മുതൽ DGP വരെയുള്ള പോലീസുകാരെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അന്നൊന്നും വരാത്ത സസ്പെൻഷൻ ഗുണ്ടയെ പറഞ്ഞപ്പോൾ വന്നു. തമാശ. അപ്പൊ ഈ ഗുണ്ട അല്ലെങ്കിൽ ഈ മാഫിയകളായിട്ടുള്ള ബന്ധം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് സംഭവം. നമ്മൾ സിനിമയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഗുണ്ടകളുമായിട്ടുള്ള പോലീസിന്റെ ബന്ധം, ഹോട്ടലുകളിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കൽ, ഗുണ്ടകളെ തന്നെ ഏർപ്പാടാക്കിയിട്ട് അവരെ നേരിടുന്ന സംഭവങ്ങൾ, അതിന് കിട്ടുന്ന ഇത്തരം വിഷ്വൽ ഇതിലൊക്കെ കിട്ടുന്ന സ്വീകാര്യത, അത് പോലീസുകാരും അവരും തമ്മിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കൽ, യഥാർത്ഥത്തിൽ ഇതൊരു നമുക്ക് മനസ്സിലാവും, ഇതൊരു ഐസ്ബർഗിന്റെ ടിപ്പാണ് എന്ന് മനസ്സിലാവും. അതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ബന്ധം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഗുണ്ടകളും പോലീസ്? അതുകൊണ്ടാണല്ലോ ഒരു വലിയ ഓപ്പറേഷൻ ഇപ്പോൾ നടത്തേണ്ടി വരുന്നതും. മുമ്പ് നമ്മുടെ ഇവിടെ ഗുണ്ടാവിളയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം ഇതെല്ലാം ഒന്ന് കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഗുണ്ടാക്രമണങ്ങളുടെ വലിയ നിര തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ വിഷ്വൽസൊക്കെ ഇഷ്ടംപോലെ പ്രചരിക്കുന്നുണ്ട്. ഗുണ്ടകൾ ആളുകളെ ആക്രമിക്കുന്നത്, കവർച്ച, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടേഷൻ പരിപാടികളെല്ലാം. എന്താണ് കേരളത്തിലെ ഈ ഒരു ആംഗിളിലുള്ള സ്ഥിതി? ഇവർ തമ്മിലുള്ള, പോലീസും ഗുണ്ടകളും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്? ഇതിൽ ഗുണ്ടകൾ ഇപ്പോൾ ആഗ് പോലത്തെ ഒരു പരിപാടി വന്നു, ഗുണ്ടകളെ ഇതാക്കാൻ വേണ്ടി. അപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർബന്ധമായിട്ട് നമ്മൾ ഗുണ്ടകളെ പരിശോധിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെർച്ച് ചെയ്യുന്നത്, പോയി തിരയുന്നത് ഈ റൗഡി ഹിസ്റ്ററി ഷീറ്റിലുള്ള ആൾക്കാരായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 5 കൊല്ലം മുമ്പോ 10 കൊല്ലം മുമ്പോ കേസുകളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ അവശ നിലയിലുള്ള ആൾക്കാർ, ഇവരൊക്കെ നമ്മൾ തപ്പിയിട്ടാണ് ഈ എണ്ണം കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നില്ല സംഭവം. അതുകൊണ്ടും കൂടിയാണ് ഈ ഗുണ്ടകൾ ഒരു ഭാഗത്ത് ആക്രമണം നടത്തുന്നു, കൊള്ളയടിക്കുന്നു, കൊലപാതകം വരെ ചെയ്യുന്നു. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ ലിസ്റ്റിൽ വരെ പിടിച്ചുകൊണ്ട് പോയി ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം നടക്കുന്നില്ല. എല്ലാം കണക്കുകളാണ്. അപ്പൊ കണക്കുകൾ മുകളിലേക്ക് കണക്കെത്തിക്കുക. അപ്പൊ മുകളിൽ നിന്ന് ചോദിക്കുന്നു, ആകെ നടത്തി ഇത്ര ആൾക്കാർ, അപ്പൊ എത്ര ആളെ പരിശോധിച്ചു, ഇത്ര എണ്ണം. പരിശോധനയൊക്കെ ഫീൽഡിലില്ലാത്ത ആൾക്കാരായിരിക്കും. ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരും ഉള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷെ ഈ എണ്ണം തയ്ച്ചു കൊടുക്കുന്നു. അപ്പൊ ഇന്ന സ്റ്റേഷനിൽ 100 ആള്, അപ്പോൾ ഇന്ന സബ് ഡിവിഷനാകുമ്പോൾ ഇത്ര ആൾക്കാരായി, ജില്ലയിൽ നിന്ന് ഇത്രയായി. അപ്പോൾ ഇന്ന ജില്ലക്കാർ ഏറ്റവും കൂടുതൽ പരിശോധന നടത്തി ഏറ്റവും കൂടുതൽ ഗുണ്ടകളെ ചെക്ക് ചെയ്ത് ഇതാ വരുന്നത്. പക്ഷെ അത് ഒറിജിനൽ ആണോ, ഇപ്പൊ ലൈവാണോ, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു വെരിഫിക്കേഷൻ നടക്കുന്നില്ല. ഈ ബന്ധം, അതാ ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നത്, ഈ പോലീസും ഇത്തരത്തിലുള്ള ആളുകളും തമ്മിലുള്ള, അതാണെങ്കിലും അതിൽ കൂടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, അത് വ്യാപകമായിട്ട് ഉണ്ടോ? അതാണോ ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നത്? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പോലീസും രാഷ്ട്രീയ നേതാക്കളും കക്ഷികളും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണോ ഗുണ്ടകൾക്ക്? എല്ലാവർക്കും ഈ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പോലീസുകാരും ഒരുപക്ഷെ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി വരുമെന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അതേസമയം ഇവരെ കൊണ്ട് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇവരെ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ഗുണവും ഉണ്ടാവും. അപ്പം ആ രീതിയിൽ കാണുന്നവരായിരിക്കും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ രാഷ്ട്രീയക്കാർ, നമ്മൾ പോലീസ് സ്റ്റേഷനിലെ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ബിനു പപ്പ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ പോലെയുള്ള രാഷ്ട്രീയക്കാരുണ്ട്. കാരണം അയൽവാസിയുടെ ഒരു പരാതി വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾ അവിടെ പലപ്പോഴും അപമാനിതരായിരിക്കും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അയാൾ പറയുന്നത്. അയാൾ അത് അവിടെ നിന്ന് നല്ല രീതിയിൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കുന്ന അങ്ങനത്തെ ഒരു പോലീസുകാരുണ്ട്. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് ഇത്തരം
ആൾക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് അടുപ്പിക്കില്ല. ഇല്ല, അത് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പറഞ്ഞ ഉത്തരവുകളിലൊന്നും അതായിരുന്നു. ഇത്തരം ആൾക്കാരൊന്നും വരുന്നില്ല. അതേസമയം ഈ വമ്പൻ സ്രാവുകൾക്ക് ഇടപെടലുണ്ടാവും. അപ്പോൾ ഒരു കേസ് വരുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും മുകളിൽ നിന്ന് വിളി വരുന്നു. പിന്നെ ഈ സംഭവം അതിലാണ് ഞാൻ രണ്ടാമത്തെ കേസ് പറഞ്ഞത്. ഞാൻ എൻ്റെ അതിലുള്ള രണ്ടാമത്തെ ഒരു ഗുണ്ടയെ പിടിച്ചത്. ഗുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-20 വയസ്സുള്ള പയ്യനാണ്, സ്റ്റുഡൻ്റാണ്. പക്ഷെ അവന് വേറെ കേസുകളുണ്ട്, കൊലപാതക ശ്രമ കേസൊക്കെ ഉള്ളതാണ്. അവനൊരു സബ് ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. തൊട്ട് പുറകെ ഒരു സംഘം ആൾക്കാർ വരുന്നു. ഇവൻ്റെ അപ്പം വരുന്നു. അപ്പൻ കരഞ്ഞുകൊണ്ട് വരുന്നു, എൻ്റെ മോനെ ഞാനിതുവരെ എന്താ പറയുക മണ്ണ് വീഴ്ത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവൻ കരയുമ്പോൾ അച്ഛൻ നമ്മൾ അനിയത്തിപ്രാവിലെ ചേട്ടനുണ്ടല്ലോ, ഒരു ഓവർ ആക്ടിങ് ചേട്ടനല്ലേ, അതുപോലെ. അപ്പോൾ ഈ പയ്യൻ അപ്പോൾ കരഞ്ഞ് വിളിക്കുന്നത് ഇങ്ങനെ ഈ നമ്മുടെ DYSPയുടെ പേര് പറഞ്ഞിട്ട് അങ്കിളിനെ വിളിക്കൂ എന്ന്. അപ്പം അങ്കിളൊന്നും അല്ല, സ്വന്തം അങ്കിളൊന്നും അല്ല, അത്രയും പരിചയവും ബന്ധമുണ്ട്, അപ്പം അത്ര അടുപ്പമുണ്ട്. അപ്പം അപ്പോഴാണ് അറിയുന്നത്. പിന്നെ അന്വേഷിക്കുമ്പോഴാണ് ഇയാൾക്ക് മുമ്പൊരു കേസുണ്ട്. ആ കേസിൽ ഇയാളതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നതാണ്. അന്ന് പിന്നീട് SP ഇടപെട്ടിട്ടാണ്, കൊലപാതക കേസാണ്, കൊലപാതക ശ്രമ കേസാണ്. ഓക്കെ. അപ്പോൾ പിന്നീട് SP ഇടപെട്ടിട്ടാണ് ആ കേസിൽ അറസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളും ആരെങ്കിലും വിളിച്ചു. മാത്രമല്ല ഈ SI അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രതിയെ, പിടിച്ചു കൊണ്ടുവന്ന പ്രതിയെ അപ്പോൾ തന്നെ ആരോ വിളിച്ചു പറഞ്ഞു, IP ഈ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസമാണ് പിന്നെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു. പക്ഷെ അത് അച്ഛൻ്റെ കൂടെ വിട്ടു. അപ്പോൾ എവിടുന്നോ ഒരു വിളി അല്ലെങ്കിൽ ഒരു ഇടപെടൽ. നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് ഒരു വലിയ ഒരു വർഗ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പറയുന്ന ലോക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ, ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ, പാർട്ടി ആൾക്കാരെ തന്നെ പോയി കാണുകയും അവരുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതൊരു ഭയങ്കര ജനകീയമായ രീതിയും അത് നിലനിൽക്കേണ്ടതുമായിരുന്നു. അതില്ലാതാവുകയും ഈ പറഞ്ഞ പോലെ മേലേക്കടയിൽ നിൽക്കുന്ന വൻ സെറ്റപ്പുള്ള ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നു എന്നുള്ളത് വലിയൊരു എന്താ പറയുക, നമ്മുടെ ഒരു സാമൂഹ്യ പരിച്ഛേദത്തിൻ്റെ ഒരു വലിയ റിഫ്ലക്ഷനായിട്ടും കൂടിയിട്ട് തോന്നുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം മാത്രമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ഇത് ഈ വ്യാപകമായിട്ട് ഇതേ സ്വഭാവത്തിൽ തന്നെയാണോ നടക്കുന്നത്? അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് എന്താ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ DGP ഒക്കെ പറയുന്ന മാതിരി കേട്ടുകേൾവി വെച്ചിട്ട് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ എന്താ സംഭവിക്കുന്നുള്ള അനുഭവം വെച്ചിട്ടാണ് ഞാൻ അത് എഴുതിയത്. അതുകൊണ്ടാണ് ആ 2 സംഭവം മാത്രമായിട്ട് ഞാൻ ചുരുക്കി എഴുതിയത്. നമുക്ക് നേരിട്ടറിയാവുന്ന 2 സംഭവം. പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നാണ് അവകാശവാദങ്ങൾ. പോലീസ് ജനങ്ങളോട് പെരുമാറുന്ന രീതി, ജനമൈത്രി പോലീസ് വരുന്നു, പോലീസുകാരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, നമുക്ക് ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയാൻ സാധിക്കുന്നു, പോലീസ് കുറച്ചും കൂടി അത്തരം സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് പൂർണ്ണമായിട്ട് നമ്മൾക്ക് അതിനെ നിഷേധിക്കാൻ പറ്റുകയില്ല. അത്തരം സംഗതികളെല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ സ്ട്രക്ചർ, ഈ അധികാരം എന്ന് പറയുന്ന ഒരു സംഗതിനെ വെച്ചുകൊണ്ട് അടിമുടി മാറിയിട്ടുണ്ടോ? അതോ ആ ഒരു തുടക്കം മുതൽ നിൽക്കുന്ന അധികാരത്തിൻ്റെ അതേ ശ്രേണിയിലും അധികാരത്തിൻ്റെ ആ ഒരു തരം നെഗറ്റീവ് അധികാര ബോധത്തിലും തന്നെയാണോ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി. ഇപ്പം എല്ലാ പോലീസുകാരുടെ ഉള്ളിൽ പേടി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഭയം. അത് ശരി. അപ്പോൾ മുകളിൽ നിന്നുള്ള ഭയം, പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ വരും. അതായത് ഇപ്പോൾ ഒരു ജനങ്ങളോട് ഇടപെടുന്ന ഒരു സംഭവം എങ്ങനെ റിസൾട്ട് വരും എന്ന് ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരു കള്ളനെ പിടിച്ചുകൊണ്ടുവന്നാൽ തന്നെ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കേസുകളുണ്ട്. അതുപോലെ തന്നെ ഒരാൾ പിടിച്ചിട്ട് മുകളിൽ നിന്നുള്ള ഇടപെടൽ എങ്ങനെ വരും, അതും വലിയ പ്രശ്നമാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ സംഭവിക്കുക എവിടെ ഇലയും മുള്ളും തൊടാതെ ഒഴിഞ്ഞ് പോവുക, എങ്ങനെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നുള്ള പ്രശ്നം. ആ രീതിയിലാണ് ആൾക്കാർ ഇതിൽ ഇടപെടാണ്ട് എങ്ങനെ ഒഴിവാക്കാന്നുള്ള രീതിയിലൊരു സംഭവമുണ്ട്. പിന്നെ കേസുകളായാലും കേസുകളൊക്കെ ഇപ്പോൾ അന്വേഷിച്ച് തീർക്കുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ കണക്കാണ്. അപ്പോൾ ഇത്ര UA ഉണ്ട്, 300 UA ഉണ്ട്, അതടുത്ത പ്രാവശ്യം ആ മാസം ഒരു 100 കൂടി വരുന്നു, 400 ആവുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത്ര എണ്ണം കുറയ്ക്കാന്നുള്ള ഒരു സംഭവം. അപ്പം കേസ് ശരിക്കും അന്വേഷിക്കാനുള്ള സമയം, സ്ട്രെങ്ത് ഒന്നും പോലീസ് സ്റ്റേഷനിൽ ഇല്ല. അപ്പോൾ ഈ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഈ മാസം ഒരു 25-ാം തീയതി വരെ പല പല ഡ്യൂട്ടികളുള്ള ആൾക്കാരെ 25-ാം തീയതി തൊട്ടിട്ടുള്ള 5 ദിവസം ഇരുന്നിട്ട് കേസുകൾ എഴുതി കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നീതി എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടും. അപ്പം ഞാൻ ഇടപെട്ടൊരു കേസ്, ഞാൻ ആറന്മുള സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഒരു പെൺകുട്ടിയുടെ, ഒരു മാനസ എന്ന് പറഞ്ഞ കുട്ടിയുടെ
പൈസ വിസയ്ക്ക് വേണ്ടി പറ്റിച്ചൊരു കേസിൻ്റെ അന്വേഷണം SI ആണ്, അതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എന്നെ വിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഒരു പെരുമഴയുള്ള സമയത്ത് ഞാൻ നമ്മുടെ വണ്ടി എടുത്തു പോയി, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പെട്രോൾ അടിച്ച് പോയി ഈ പൈസ ഇട്ട അക്കൗണ്ട് കണ്ടെത്തി. ആ അക്കൗണ്ട് ഒരു മണി ട്രാൻസ്ഫർ കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ ഗൾഫിൽ നിന്നുള്ള ഒരാൾ പൈസ ഇതിൽ വരും, ഈ പൈസ എടുത്ത് ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ പൈസ അയാൾക്ക് കൊടുത്തു. ഇതൊക്കെ കണ്ടുപിടിച്ച് പൈസ എവിടെ എത്തിയെന്ന് കണ്ടുപിടിച്ചു. സത്യത്തിൽ പറ്റിച്ച ഫ്രോഡ് ഒളിവിലാണ്. അയാൾ ഗൾഫിലും ഒരുപാട് തട്ടിപ്പൊക്കെ നടത്തി അവിടെ നിന്ന് തന്നെ കേസുകളിൽ പെട്ടിട്ട് ഒളിവിലാണ്. പക്ഷേ ഈ പൈസ എവിടെ എത്തി എന്നുള്ളത് കണ്ടത്. ഈ പൈസ എത്തിയ ആൾക്ക് വേറെ ആൾ കടം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ പൈസ കിട്ടിയ ആൾ എന്നോട് പറഞ്ഞു, ഈ പൈസ ആ കുട്ടിയുടെയാണ്, അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിലെ നീതി, അത് ഞാൻ ചെയ്യും, അവനോട് പൈസ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതൊരു ആ കുട്ടിക്ക് പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിലെ ന്യായം. അപ്പം നമ്മൾ ചെന്നിട്ട് SHOയോട് പറയുന്നു, ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട് ആളെന്ന്. SHOയുടെ നമ്പറും സംഭവങ്ങളൊക്കെ കൊടുത്തു. SHO പറഞ്ഞത് കേസ് ഈ മാസം കുറയ്ക്കേണ്ടതാണ്, അതിനൊന്നും സമയമില്ല അബ്സ്കോണ്ടിങ് ചാർജ് കൊടുക്കാൻ. അതായത് പ്രതി ഈ കുട്ടിയോട് പൈസ ഇടാൻ പറഞ്ഞ ആൾ അബ്സ്കോണ്ടിങ് ആണ്, അയാളെ കിട്ടിയിട്ടില്ല, അബ്സ്കോണ്ടിങ് ചാർജ് കൊടുത്ത് കേസ് ക്ലോസ് ചെയ്യാം. കുട്ടിക്ക് പൈസ കിട്ടിയതുമില്ല. പക്ഷെ ഞാൻ ക്ലോസ് ചെയ്തില്ല. ഞാൻ ഈ സംഭവത്തിൽ എനിക്ക് ക്ലോസ് ചെയ്യാൻ മനസ്സിലാത്തതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്തില്ല. ആ കേസ് ആ മാസം കുറയുകയും ചെയ്തില്ല. പിന്നീട് വേറെ ആരെയും വെച്ചിട്ട് അത് കുറച്ച് പോയി. അപ്പോൾ ഈ നീതി എന്ന് പറഞ്ഞ സാധനം അവിടെ നടപ്പാകാതെ പോകുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ വിശ്വസിച്ച് പോകുന്നൊരു സ്ഥലമാണല്ലോ പോലീസ് സ്റ്റേഷൻ. നമ്മളിപ്പോഴും അവസാന വാക്കായിട്ട് നമ്മൾ കേസ് കൊടുക്കും. നമുക്ക് കേസ് കൊടുത്താൽ അവിടെ നിന്ന് നീതി കിട്ടും. ഈ നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് പോലീസും കോടതിയും ഒക്കെയാണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്ഥലം. അതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ അറിയാം, സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ അതൊരു റിയാലിറ്റിയിൽ പോലീസ് സേനയ്ക്ക് അകത്ത് നിന്നൊരാൾ വെളിപ്പെടുത്തുമ്പോൾ അത് കുറച്ചും കൂടി ഗ്രാവിറ്റി ഉണ്ട് എന്ന് തോന്നുന്നു. ഇൻ ഹൗസായിട്ട് സ്ട്രക്ചറിനകത്ത് ഇതിനെതിരായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കായി പോവുകയാണോ ചെയ്യുന്നത്? മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ കലാപങ്ങളോ ഒക്കെ നടത്തുന്നുണ്ടോ? എതിർപ്പുകളോ കലാപങ്ങൾ ഉണ്ടാവുന്നില്ല, പക്ഷെ എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആർക്കും അത് തുറന്ന് ഒരു അച്ചടക്ക നടപടി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മളിരിക്കുന്ന ഒരു പാറാവ് ഡ്യൂട്ടിയുള്ള ഒരു പോലീസുകാരൻ, അയാൾ ആ സമയത്ത് അവിടെ നിന്ന് മാറി CCTV വെച്ചിട്ട് ഇയാൾ പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് നടപടി എടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം എന്തെങ്കിലും പ്രതികാര നടപടി എടുക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട് ആരും ശബ്ദിക്കൂല, കഴിയുന്നതും ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കും. അപ്പം എന്നാലും ചില സംഭവങ്ങളൊക്കെ ചിലർ പ്രതികരിക്കും. ഇപ്പം നമ്മുടെ തന്നെ ഒരു റിവ്യൂ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ റിവ്യൂ മീറ്റിംഗ് നടക്കുമ്പോൾ ആ കേസ് എന്തായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ കേസ് അത് സാർ ചാർജ് കൊടുത്തു. നിങ്ങളത് അന്വേഷിച്ചത് ശരിയായില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ എന്നാണ് SHO പറയുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നത്, സാറേ ഞാൻ കേസ് എങ്ങനെ അന്വേഷിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണോ തീരുമാനിക്കുന്നതെന്ന് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു. അങ്ങനത്തെ റിയാക്ഷനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പോലീസുകാർ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ഈ 50,000 പോലീസുകാർ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിലെ വളരെ ചുരുങ്ങിയ പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുള്ളൂ. ഒരു 20,000 പോലീസുകാരൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാവുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു 50 പേര് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ 50 പേരിൽ കുറേ പേര് അറ്റാച്ച് പോയിട്ടുണ്ടാവും. അറ്റാച്ച് വന്നാൽ വേറെ ഏതെങ്കിലും ഓഫീസുകളിലേക്ക് കുറച്ച് സ്വാധീനമുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ DYSP ഓഫീസുകളുണ്ട്, സബ് ഡിവിഷൻ ഓഫീസുകൾ. ഈ DYSP ഓഫീസിൽ 10 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. ഈ 10 പേരും ഈ DYSP ഓഫീസിൽ പക്ഷേ അവിടെ സ്ട്രെങ്ത് ഇല്ല, അതിനായിട്ട് സ്റ്റാഫില്ല. അപ്പോൾ ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ ആളുകളുടെ എണ്ണം കുറയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ തന്നെയാണ് 3 വനിതാ പോലീസാണുള്ളത്. അതിലൊരു വനിതാ പോലീസ് സ്ഥിരമായിട്ട് ഏതോ സംഭവത്തിൽ അറ്റാച്ചാണ്. അപ്പോൾ ഒരിക്കലൊറ്റ അവരെ ഞാൻ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ 2 വനിതാ പോലീസുകാരാണ് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പം 174 ഒക്കെ വരുമ്പോൾ സ്ത്രീകൾ എന്തായാലും ഇവർ തന്നെ പോകണം. അങ്ങനത്തെ അതുപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് സ്ത്രീകൾ ഈ 2 പേരാണ് ഫുൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പകുതിയെങ്കിലും സ്ത്രീകൾ ശരിക്കും വേണ്ടതാണ്. പക്ഷേ ഈ വെറും 2 പേര് ഒരു പോലീസ് സ്റ്റേഷനിൽ 2 വനിതകൾ വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് ഈ പറഞ്ഞ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയുള്ള പോലീസുകാർ മെനക്കെട്ട് ചെയ്യും. ഇപ്പോൾ പെറ്റീഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലീസുകാരൊക്കെ ഉണ്ട്. ഒരുപാട് പരാതികൾ വരും, കുറേയൊക്കെ അവർ മെനക്കെട്ട് ചേരും, തീർക്കാൻ ശ്രമിക്കും. പക്ഷേ ചിലതൊന്നും അവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഈ പറഞ്ഞേ ആളുകളുടെ എണ്ണക്കുറവ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഡോക്ടറുടെമാരുടെ എണ്ണക്കുറവ് അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അമിത ജോലി ഭാരം, ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ, അത് കൃത്യമായിട്ടും ഒരു സർവീസിനെ ബാധിക്കും. അത് തന്നെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. ആവശ്യത്തിനുള്ള പോലീസുകാർ ഇല്ല എന്നുള്ളത് എത്രത്തോളം അതിൻ്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്?
ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ പല സ്റ്റേഷനുകളിലുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന സ്ട്രെങ്ത്താണ്. ഈ സ്ട്രെങ്ത്തിനനുസരിച്ച് അതിൻ്റെ എത്രയോ മടങ്ങ് ജനസംഖ്യ കൂടി, അതുപോലെ കേസുകളുടെ വൈവിധ്യം കൂടി, പലതരം കേസുകളായി ഇപ്പം ഇതൊക്കെ വന്നു. പിന്നെ മറ്റ് പ്രൊജക്റ്റുകൾ വന്നു, സ്റ്റുഡൻറ് പോലീസ്, ജനമൈത്രി എന്നുള്ള. അപ്പോൾ ഇതിനൊക്കെ ഈ സ്ട്രെങ്ത്തിൽ വെച്ചിട്ട് ഈ ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരെ ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ ഓടുന്നത്. ഇപ്പോൾ ഒരു ഓഫീസർ വന്നു, അപ്പോൾ അദ്ദേഹം കുറച്ച് പോപ്പുലർ ആവാനോ പേരെടുക്കാനുള്ളത്, അപ്പോൾ അദ്ദേഹം ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിന് എടുക്കുന്നതും ഇതേ സ്റ്റേഷനിലുള്ള ഇതേ ആൾക്കാരെയാണ്. അപ്പോൾ ഈ സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരികയും ചെയ്യും. പിന്നെ വർഷങ്ങളായിട്ട് പോലീസ് സ്റ്റേഷൻ കാണാതെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം അവർ പോലീസ് സ്റ്റേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അവരങ്ങനെ അവിടെ തന്നെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് റിട്ടയർ ആയി പോകും. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ എണ്ണം കുറവ് തന്നെയാണ്. അതിനോട് ചേർത്ത് പറയേണ്ടതാണെന്ന് തോന്നുന്നു പോലീസുകാർക്കിടയിലുള്ള ആത്മഹത്യ. നിങ്ങളത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റും കൂടിയായിട്ടായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? അതിൻ്റെ കാരണം ഈ ജോലിയുമായി ബന്ധപ്പെട്ട, തൊഴിലിടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അകത്ത്? ഇപ്പോൾ അവസാനം ഒരു ചാനലിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഈ വിഷയം പോലീസുകാരുടെ ആത്മഹത്യയും VRS എടുക്കുന്നതും സംബന്ധിച്ച് ചർച്ച കൊണ്ടുവന്നു. അവർ വളരെ പോലീസിന് അനുകൂലമായിട്ടുള്ളൊരു സംഭവമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെ പ്രതിനിധിയോട് ചോദിച്ചു, പോലീസിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് എന്താണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോലീസുകാരുടെ അമിതമായിട്ടുള്ള മദ്യപാനവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് ഞങ്ങളുടെ പഠനത്തിൽ മനസ്സിലായിട്ടുള്ളതെന്ന്. ഇവരൊരു പഠനം നടത്തിയിട്ടുമില്ല, ഇവർക്കത് മനസ്സിലായിട്ടില്ല. അത് പിന്നെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ അതിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഈ പറഞ്ഞ ആൾക്കാരൊന്നും പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുമില്ല. അപ്പം ഞാൻ പോയിട്ട് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് അസോസിയേഷൻ്റെ നേതാക്കൾ ലോ ലെവലിൽ ജോലി ചെയ്യുന്നത്. അവിടുത്തെ സക്കറിയ സാറ് പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ സാധാരണ ജോലി ചെയ്തിട്ടാണ് പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങനെ അവർ നിൽക്കുന്നത്. പക്ഷെ പല സ്ഥലത്തും അങ്ങനെയല്ല. ഒരുപാട് ആൾക്കാർ ഈ 8 വർഷമായിട്ട് ഈ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം അവരെ സംബന്ധിച്ച് ചെയ്യാത്തത് അവരുടെ സൗകര്യങ്ങളായിരിക്കും. പക്ഷെ അവർക്കൊന്നും ഈ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം 8 വർഷത്തെ പോലീസ് സ്റ്റേഷനുകളല്ല ഇപ്പോൾ, ഒരുപാട് മാറി. ജോലികളും പ്രയാസവും സമ്മർദ്ദവും എല്ലാം കൂടിയിട്ടുണ്ട്. അങ്ങനെ കൂടി നിൽക്കുന്നൊരു സമയമാണ് ഇത്. അപ്പം ഈ സമ്മർദ്ദത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കടമുണ്ടാവും. ഇപ്പം സാമ്പത്തിക പരാതി തന്നെയാണ് പ്രശ്നം എന്ന് വിചാരിക്കുക. പക്ഷെ അത് സോൾവ് ആക്കാനുള്ളൊരു സമയം കിട്ടും. നമ്മുടെ ഡ്യൂട്ടി സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വരുന്നു, നമ്മൾ രാത്രി 10 മണിക്കോ 11 മണിക്കോ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ നമുക്കിനി വീട്ടിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായിട്ട്, വൈഫിനായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് വന്നാലും അത് പരിഹരിക്കാൻ സമയം കിട്ടില്ല. കാരണം നമ്മളിവിടെ വന്ന് ഇത്രയും സമ്മർദ്ദം കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നീതി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഉള്ള വഴക്ക് വെക്കുന്നതിൻ്റെ പ്രശ്നം. ഇതൊക്കെ കഴിഞ്ഞെത്തുമ്പോൾ നമുക്കത് പരിഹരിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. നമ്മൾ വീണ്ടും ഇതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളോട് ഒരു 50,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയുമായിട്ട് കൊടുക്കാനുണ്ട്. ഈ സംഭവം മറ്റൊരാളോട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകാനോ ഒന്നും നമ്മൾ സമയം കിട്ടാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ളൊരു സമയം കിട്ടാതെ വരികയും ഇത് കൂടുതൽ പ്രശ്നമാകുകയും സമ്മർദ്ദത്തിലാകുകയും ചെയ്യും. അപ്പോഴേക്കായിരിക്കും പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഉമേഷിൻ്റെ പേഴ്സണൽ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ 7 മാസത്തോളം ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അതിൻ്റെ കാരണം ആ സമയം എങ്ങനെ സർവൈവ് ചെയ്തു? അത് 7 മാസത്തിലെന്ന് പറഞ്ഞാൽ 5 മാസത്തെ ശമ്പളം ഞാൻ ലീവായിരുന്നു. ഞാൻ മെഡിക്കൽ ലീവ് എടുത്തിട്ട് ആ സമയത്തല്ല. പിന്നെ അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ ഒരു 10 ദിവസം കൊണ്ട് പ്രോസസ്സായിട്ട് നമ്മുടെ ലീവ് സെറ്റിലായിട്ട് വരേണ്ടതാണ്. പക്ഷെ അത് ഞാൻ ഒരു മാസം ലീവ് എടുക്കാൻ എന്തുകൊണ്ടാണ് ലീവ് എടുത്തത്? എന്താണ് ലീവ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ലീവിലേക്ക് വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു 10 ദിവസം ഒരു കല്യാണത്തിന് ലീവ് വെച്ചിരുന്നു. എൻ്റെ കയ്യിൽ 256 ലീവ് എൻ്റെ ക്രെഡിറ്റിലുണ്ട്. 20 വർഷത്തെ സർവീസിൽ ELM HPL ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 10 ദിവസത്തെ ലീവ് വെച്ച അപേക്ഷ അദ്ദേഹം ഫോർവേഡ് ചെയ്തില്ല. ആ ഫോർവേഡ് ചെയ്യാത്തതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പ്രതിയെ വിടുന്നതുമായിട്ട്, കഞ്ചാവ് കേസിലെ പ്രതിയായിട്ട് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം തെറി വിളി ഉണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചു? എന്നെയല്ല. അദ്ദേഹം സ്റ്റേഷനിൽ സംസാരിക്കുന്നത് മറ്റേയാളെ പറ്റി പറയുമ്പോൾ താജ് എടുത്തിട്ടാ പറയുക. ഇയാളെ വിളിച്ചിട്ടും പറ്റി പറയുമ്പോൾ അതൊക്കെ. അതുപോലെ പബ്ലിക്കിനോട് പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ സൂചിപ്പിച്ചിരുന്നത് എങ്ങനെ സംസാരിക്കരുത്. അപ്പോൾ ഞാൻ പറയും ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ എഴുതി,
ഇങ്ങനെ കേൾക്കുന്ന ഒരു പോലീസുകാർ പുറത്തെത്തുമ്പോൾ എങ്ങനെ ഒരു ജനങ്ങളോട് പെരുമാറുമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എഴുതി. അപ്പോൾ അത് വിഷയമായി. അതോടുകൂടി ആ സംഭവം നിന്നു. തെരുവിളി നിന്നു. അപ്പം പുള്ളിന്റെ പേര് വെച്ചിട്ടാണോ എഴുതിയല്ലോ? അല്ല, നമ്മൾ ജനറലായിട്ട് എഴുതിയത്. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. സംഭവം നിന്നു. അപ്പൊ ഈ ഒരു സാഹചര്യമൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ലീവ് അനുവദിക്കാതിരുന്നത്. പിന്നെ ഞാനപ്പോൾ കാഷ്വൽ ലീവും നമ്മൾ BH എന്ന് പറയും, അങ്ങനെ ഒരു സൺഡേ BH 3 കാഷ്വൽ ലീവും കൂടെ അപേക്ഷ വെച്ചു. ഈ ലീവ് ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഗ്രാൻഡ് ചെയ്തു. ഒറ്റ ദിവസത്തെ അവധി, ഞായറാഴ്ച ഒറ്റ ദിവസത്തെ. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഈ ഒരു ദിവസം ഞാൻ ആറന്മുളയിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് എത്തി. അപ്പം തന്നെ തിരിച്ചു പോയാലേ എനിക്ക് ഡ്യൂട്ടിക്ക് എത്താൻ പറ്റുള്ളൂ. അതൊരു പരിഹസിക്കുന്ന പോലെ, ഇങ്ങനൊരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടാവും, പോയി വരട്ടെ കാണാമെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എനിക്ക് സ്റ്റേഷനിൽ രാത്രി സുഖമില്ലാണ്ട് ഞാൻ കോഴഞ്ചേരി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ സുഖമില്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. നമ്മൾ അതായത് അവിടെ ഉണ്ടായിരുന്ന സമയം തന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിൻ്റെ ലീവ് കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു, കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ. എന്ത് പറ്റിയതായിരുന്നു? അന്ന് പനിയൊക്കെ കൂടി, തലവേദനയും പനിയും കൂടിയിട്ട് രാത്രി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ ട്രിപ്പിട്ട് കിടന്നിട്ടാണ് പിറ്റേ ദിവസം വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പിന്നെ ആയുർവേദം കാണിച്ച് ആയുർവേദനയ്ക്കുള്ള ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ലീവ് എടുത്തു. അത് പ്രോപ്പറായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി സിക്ക് പാസ്പോർട്ട് വാങ്ങി രാവിലെ നമ്മൾ 7 മണിക്ക് സിക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ ബിയാൻസ എന്ന് പറഞ്ഞ പോലീസുകാരിയാണ് GD ചാർജ്. അപ്പോൾ ബിയാൻസയോട് ഞാൻ പറഞ്ഞു, ശരി സാറേ ഞാൻ CAയോട് പറഞ്ഞേക്കാം. ഞാൻ CAനെ വിളിച്ചു, CA ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നിട്ട് ഞാൻ ഈ വിവരം CAക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ CA സാറ് വിളിച്ചിട്ട് ഇത് എൻട്രി ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആബ്സെൻ്റ് എഴുതാനുള്ള ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, മരക്കാവ് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് വിളിച്ച്, ഇത്രയും സംഭവങ്ങളുണ്ട്, അപ്പോൾ ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടെന്ന് നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്, ഇദ്ദേഹം SP ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാൻ ആബ്സെൻ്റ് ആണെന്ന് രീതിയിലാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് തോന്നുന്നു. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അനക്സർ തന്നു, താങ്കൾ ആബ്സെന്റ് ആയിട്ട് ഇതുവരെ ജോലിക്ക് ഹാജരായിട്ടില്ല എന്നൊക്കെ. നമ്മൾ കൊടുത്ത ലീവ് എത്ര കാലത്തേക്കുള്ളതായിരുന്നു? ഞാൻ 2 ആഴ്ചത്തേക്കായിരുന്നു. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. രേഖാമൂലം തന്നെയാണ് അപേക്ഷിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോപ്പി മെയിൽ ചെയ്ത് കൊടുത്തു, ഒക്കെ ചെയ്തു. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അനക്സർ തന്നു. അതിന് ഞാൻ മറുപടി കൊടുത്തു, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എന്നിട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഞാൻ സൂചിപ്പിച്ചു, ഇപ്പം പ്രതി ഇറക്കി വിട്ട കേസിലെ അങ്ങയെ സംരക്ഷിക്കുന്ന നിലപാടാണ്, ഒരു പ്രതി ഇറക്കി വിട്ടിട്ട് പോലും അങ്ങയെ സംരക്ഷിക്കുന്ന നിലപാടാണ് SP എടുത്തിട്ടുള്ളത്. എന്നാൽ അങ്ങ് പ്രോപ്പറായിട്ട് ലീവ് എടുത്ത ഒരാളെ പോലും ദ്രോഹിക്കുന്ന തരത്തിലാണ് അങ്ങയുടെ ഈ പെരുമാറ്റം എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ആ സംഭവം പുറത്തു പോയിട്ടാണ് പിന്നെ ഇത് വാർത്തയാവുന്നത്. അപ്പോഴാണ് എല്ലാവരും ഈ പ്രതി ഇറക്കി വിട്ട സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് തോന്നുന്നു. അപ്പോൾ ഈ മറുപടി കിട്ടിയതോടുകൂടി പിന്നെ പുള്ളിക്ക് അതിലൊന്നും ചെയ്യാനില്ല. പിന്നെ എനിക്കെതിരെയുള്ളൊരു വേറൊരു അന്വേഷണത്തിൽ ഇദ്ദേഹം ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലീവാണെന്നുള്ള സാധനത്തിന് അവിടെ തെളിവുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം നമ്മൾ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ SP കണ്ടിട്ട് ജോയിൻ ചെയ്താൽ മതി പറയുന്നു. നമ്മൾ SP കാണുന്നു. SP വളരെ മാന്യമായിട്ട് നമ്മളോട് ഇരിക്കാൻ പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി സെക്ഷൻ ക്ലർക്കിനെ ഏൽപ്പിക്കുന്നു. നമ്മൾ ഓക്കെ ആയിട്ട് പോരുന്നു. ആറന്മുള സ്റ്റേഷനിലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പാസ്പോർട്ട് വരുന്നു. പിന്നെ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ടും ശമ്പളം വന്നില്ല. ശമ്പളം എഴുതേണ്ട സമയമായിട്ടും ശമ്പളം എഴുതിയില്ല. അപ്പോൾ ക്ലർക്കിനെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ക്ലർക്ക് പറയുന്നത് SP പെൻഡിങ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇടവിട്ട് പെൻഡിങ് വെക്കാന്ന് പറഞ്ഞാൽ അനക്കാതെ വെച്ചു. ഇത്രയൊക്കെ ഈ ഫയല് അവരുടെ കൈ കിട്ടി അപ്പം തന്നെ അന്ന് തന്നെ പുട്ടപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അന്നല്ലേ പിറ്റേ ദിവസം ചെയ്യേണ്ടതാണ്. അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാണ്ട് അവിടെ വെച്ചത്, അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ആ സംഭവം അത്രയും 30 ദിവസം കഴിഞ്ഞു, 35 ദിവസം കഴിഞ്ഞ് വിളിച്ചു നോക്കി, 40 ദിവസം കഴിഞ്ഞ് വിളിച്ചു നോക്കി, 48ാം ആ മെഡിക്കൽ ലീവിന്റെ സമയത്തുള്ള സാലറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. കിട്ടേണ്ടതാണ്. അത് ഞാൻ ഹാഫ് പേ ലീവിലാണ് കവർ ചെയ്യാൻ കൊടുത്തത്. അപ്പം എൻ്റെ ഹാഫ് പേ ആ സമയത്ത് ഹാഫ് പേ കിട്ടേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ചെയ്താലേ നമുക്ക് ശമ്പളം എഴുതാൻ പറ്റുള്ളൂ അടുത്ത മാസത്തെ. അപ്പോൾ അതും എഴുതിയിട്ടില്ല. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ ഇത് പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ മാത്രമല്ല ഇത് പെൻഡിങ് ആവുന്നതോറും നമ്മുടെ സിബിൽ സ്കോറും ഒക്കെ പോകുമല്ലോ, ലോണുകൾ അടവുകളൊക്കെ ഉള്ളതല്ലേ. ഇവർ 48 ദിവസം വരെ ഞാൻ വിളിച്ചു, പിന്നെ വിളിച്ചില്ല. 48ാം ദിവസം വിളിച്ചപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഇത്ര ദിവസമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു. സംസാരിച്ചു. കൂടുതലൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു നിങ്ങളെ SP പെൻഡിങ് വയ്ക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 48 ദിവസമായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് സാറേ ഞാൻ ചെയ്യാം, ഞാൻ വിളിക്കാം, സ്റ്റേഷനിൽ ചോദിച്ചിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു. അതിനുശേഷം ശമ്പളം എഴുതിയില്ല, ഇപ്പോഴും എഴുതിയിട്ടില്ല. ആ 48 ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി? ഏപ്രിൽ 5-നായിരുന്നു. ഇപ്പം 3-ാം തീയതി അല്ലേ. പിന്നെ 2 മാസമായി. 2 മാസം മൊത്തം 2 മാസമായി.
പിന്നീട് നമ്മൾ ഈ സാലറിയെ പറ്റിയിട്ട് ആരോടെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ? സാലറിയെ പറ്റി ഇപ്പോഴും അന്വേഷിച്ച് എഴുതിയിട്ടില്ല സംഭവം. നമുക്ക് അവിടെ അന്വേഷിക്കാന്നല്ലാതെ അതിനെക്കുറിച്ചും വേറെ ആരോടെങ്കിലും പരാതി പറയാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇത് കിട്ടിയിട്ടില്ല മുകളിലേക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുക്കുമ്പോൾ നേരെ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉരുട്ടിക്കൊലയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിയാകുന്ന പോലെ താഴേക്കിടെയുള്ള പോലീസുകാർ ഈ സെക്ഷൻ ക്ലർക്കായിരിക്കും അതിൽ ഉത്തരവാദി. അപ്പോൾ എന്തെങ്കിലും ഒരു പരാതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ സെക്ഷൻ ക്ലർക്കിൻ്റെ പേരിൽ ഇത് സെക്ഷൻ ക്ലർക്ക് പൊട്ട് പേ ചെയ്യാത്തതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്ത് അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. നമുക്കറിയാം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ കേസ് എടുക്കേണ്ടെന്ന് SHO പറഞ്ഞാൽ പോലീസുകാരനെ എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് കേസ് എടുക്കാത്തതിൽ എന്തെങ്കിലും നടപടി വരുമ്പോൾ അന്നത്തെ GD ചാർജിനായിരിക്കും വരിക. GD ചാർജ് കേസ് എടുത്തിട്ടില്ല എന്ന് പറയും. പക്ഷേ SHO പറയാണ്ട് GD ചാർജ് കേസ് എടുക്കാനും പറ്റില്ല. അതുപോലെ ഇവർ SP പറയാണ്ട് ഇവരെന്തായാലും പെൻഡിങ് വെക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തെ എന്ത് തരം ഓഫീസാണെങ്കിലും അതിനകത്ത് ഒരു അധികാര ശ്രേണി ഉണ്ടാവും, ഹയറാർക്കി ഉണ്ടാവുമല്ലോ. പക്ഷെ അത് താഴെത്തട്ടിലേക്ക് നമ്മൾ പ്രോപ്പർ ജോലി ചെയ്യിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അധികാര പ്രയോഗം നടത്തുക എന്നുള്ളത് മറ്റു ഓഫീസുകളിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഭയങ്കര ഡയറക്റ്റായിട്ട് പീഡിപ്പിക്കുന്ന തരത്തിൽ തന്നെ പറയരുത് എന്നൊക്കെ ഉള്ളൊരു കൃത്യമായിട്ടൊരു അധികാരത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവം നടപ്പാക്കുന്നൊരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ തന്നെയാണോ പോലീസ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്? അതിൽ എനിക്ക് തോന്നുന്നത് ഈ സ്വന്തം പണി കൃത്യമായിട്ട് അറിയാത്ത SHOമാരുണ്ടാവും. അവർ വരുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ നന്നായിട്ട് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് പ്രൊമോഷനായി വരുന്ന ഒരു SHO ആയി വരുന്ന CI ആയിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കേസുകളെ കുറിച്ച് അറിയാം. ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ഈ കേസ് എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതണം, ഈ റിപ്പോർട്ട് ഇങ്ങനെ എഴുതണം, ഇതിൻ്റെ ചാർജ് ഇങ്ങനെ എഴുതണം, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് പറ്റും. പക്ഷേ അങ്ങനെയല്ലാണ്ട് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാണ്ട് എവിടെയെങ്കിലുമൊക്കെ ചുളുവടിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റ് പോലീസുകാരുടെ പണി എടുക്കുന്നതിൽ ഒപ്പിട്ട് മാത്രം പോയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഇതൊന്നും അറിയില്ല. അപ്പോൾ അവർ പെട്ടെന്നൊരു SHO ആയിട്ട് വരുമ്പോൾ അവർക്ക് ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാവും, നമുക്കിത് അറിയില്ലല്ലോ. അതേസമയം അവിടെയുള്ള ഗ്രേഡേഴ്സേക്കും ഇവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ താഴെയുള്ള പോലീസുകാരന് ഇത് അറിയാം. അപ്പോൾ ഈ അറിവില്ലായ്മ കാണിക്കാതിരിക്കാൻ ഇവരെന്ത് ചെയ്യും? ഇവർ അധികാരപ്രയോഗം നടത്തും, ഷൗട്ട് ചെയ്യും, ബഹളം ഉണ്ടാക്കും. ഇത് ചെയ്ത് അങ്ങനത്തെ സ്റ്റേഷനിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പല SHOമാരും വളരെ ഭംഗിയായിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകും, ഉള്ള സ്ട്രെങ്ത് വെച്ചിട്ട് എല്ലാവരും മാനേജ് ചെയ്ത് ആൾക്കാർക്ക് ഒരു ഓഫ് കൊടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു മാനേജ്മെന്റും ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാർ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ പിന്നെ പ്രത്യേക താല്പര്യക്കാർ വരുമ്പോൾ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ഇന്റേണൽ ആയിട്ടുള്ള ഇപ്പോൾ ടെക്നോളജിക്കൽ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളും ഇൻഡക്ഷൻ പ്രോഗ്രാംസും പരിപാടികളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ അത്തരത്തിലുള്ളൊരു നവീകരണ പരിപാടി, അത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ഓറിയന്റേഷൻ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ മീൻസ് സിസ്റ്റത്തിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട്. അങ്ങനെയുള്ള മോഡേണൈസേഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പം അതിന്റെ ഗുണങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പം പോലീസുകാർക്കൊന്നും കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് പോലീസിൽ വന്ന ആൾക്കാർ പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് കേസുകൾ ഇപ്പോൾ ചെയ്യുന്നത്, താല്പര്യമുള്ളവർ അല്ലാത്തവർ. പിന്നെ എല്ലാവർക്കും അതാത് സമയത്ത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ്, അതുപോലെ നമ്മളെ ഇതൊക്കെ മാറും, CCTNS, ഇങ്ങനെ നെറ്റ്വർക്ക്, ക്രൈം നെറ്റ്വർക്ക്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ട്രെയിനിങ് കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരത് ഉൾക്കൊള്ളുന്നവരുണ്ട്, ഉൾക്കൊള്ളാത്തവരുണ്ട്, പിന്നെ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇതൊരു നിർബന്ധത്തോടെ എല്ലാവരും ചെയ്യണം എന്നുള്ള രീതിയിൽ വരുന്നില്ലല്ലോ. ഓക്കെ. ഒരു സിവിൽ പോലീസ് ഓഫീസർക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഒരു പൊതുവേദിയിൽ കൂടെ ഒരു അപേക്ഷ തന്നെ പറയാം നമുക്ക് സമർപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എന്ന് മാത്രമല്ല, ഇത്രയും ഗുണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്, തുടക്കം മുതൽ നേരിടുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിമർശനമാണ് തുടക്കം മുതൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിലൊന്നായിരുന്നു ഈ ഗുണ്ട സംഭവം എന്നുള്ളത്. ഈ ആഭ്യന്തര വകുപ്പ്, നിങ്ങൾക്ക് പറയാനുള്ള പരിമിതി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുക, ഈ പോലീസ് സ്റ്റേഷൻ്റെ മൊത്തം നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ടോ? ആഭ്യന്തര വകുപ്പിന് എനിക്ക് തോന്നുന്നു മുകളിലിരിക്കുന്നവർക്ക് പോലീസ് സ്റ്റേഷനിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹം DGPയോ DGP ഇൻ്റലിജൻസോ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്, കൃത്യമായിട്ട് ഉള്ളൊരു സാധനം പോലും. അപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ ഈ പോലീസുകാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന എങ്ങനെ എന്നൊരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ പോസ്റ്റ് ഇടുന്നതിൻ്റെ മുമ്പേ SSBയിലെ ഓഫീസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടും. അതായത് എൻ്റെ അനുഭവം വെച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പോലീസുകാരനായിരുന്നെങ്കിൽ എങ്ങനെയാണ് ആത്മഹത്യയ്ക്ക് പോകുന്ന പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ ഞാൻ കത്തെഴുതിയ ആ കത്തിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ആ കത്തിലെ
ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള SHOക്ക് എതിരെയൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അങ്കമാലിയിലെ വിഷയം മാത്രം പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നും പിന്നെ ഞാൻ പറഞ്ഞ പോലീസുകാരുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനെ കുറിച്ച് ഞാൻ എഴുതുന്നു പറഞ്ഞതിന് ടിയാൻ ശമ്പളം കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് മുകളിലോട്ട് പോകുന്നത്. കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് വിവരം ഉണ്ടായിട്ടും എന്താണ് എഴുതാൻ പോകുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും മുകളിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ സ്റ്റേഷനിലെ PRO സംവിധാനമുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പോൾ അത് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ DGP വന്ന ഉടനെ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് SI ആണെന്ന്. പക്ഷെ നമ്മുടെ സ്റ്റേഷനിലും ഒരു SI റാങ്കിലുള്ള ആളാണ് ഇതിൻ്റെ ഓഫീസറായിട്ട് നമ്മളെ ബോർഡൊക്കെ ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും പട്രോളിങ്ങും നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ആയിരിക്കും. അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പകരം ജൂനിയർ ആയിട്ടുള്ള മനുവെന്നും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അവർ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യേണ്ട ആളുകളല്ല, ചെയ്യേണ്ടത് അവരുടെ ജോലിയല്ല. അത് ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അത് കൊടുക്കേണ്ടത്. പക്ഷേ DGP സർക്കുലർ ഇറക്കുന്നു. DGP വിചാരിക്കുന്ന ഈ സർക്കുലർ പ്രകാരമാണ് സ്റ്റേഷനിൽ നടക്കുന്നതെന്ന്. പരിശോധന നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. രേഖയിൽ അങ്ങനെയാണ്. നോക്കുമ്പോൾ PRO ആരാണ്? അജിത് സാറാണ്. ഓക്കെ. അതുപോലെ പോലീസുകാർക്ക് ഡേ ഓഫ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് DGP സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഡേ ഓഫ് കൊടുക്കണം, 2 ഡേ ഓഫ് എങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന്. പക്ഷേ ഞങ്ങളുടെ സ്റ്റേഷനിൽ ഡേ ഓഫിൻ്റെ ചാർട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഡേ ഓഫ് ചാർട്ട് ഇടാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ആ പോസ്റ്റ് ഇട്ട് അതിന് ശേഷം ഡേ ഓഫ് ചാർട്ട് ഉണ്ടായി. എന്നാലും ഡേ ഓഫ് കൃത്യമായിട്ട് കൊടുക്കുന്ന സംവിധാനം പല സ്റ്റേഷനുകളിലും ഇപ്പോൾ നടക്കുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഡേ ഓഫ് കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ റീകോൾ ചെയ്യുക എന്നുള്ളതാണ് DGP പറയുന്നത്. പക്ഷെ ഇത് നടപ്പാക്കാൻ ഇതൊക്കെ ഒരു പ്രഹസനം പോലെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് കിടക്കുന്നുള്ളൂ. DGPയുടെ ഉത്തരവുകൾ പോലും. ഇതിലിപ്പോൾ കൃത്യ ചട്ടലംഘനം ആരോപിച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അതായത് പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞേക്കുന്നത്. ഉമേഷ് എന്തുകൊണ്ടാണ് ഉമേഷിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിലൂടെ പറയുന്നത്? അതിന് കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ? അതിൻ്റെ ഉള്ളിലെ സിസ്റ്റം ഉപയോഗിച്ച് മേലേക്ക് പരാതികൾ നൽകിയാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ആത്മാർത്ഥമായിട്ടും വിശ്വസിച്ചിട്ടാണോ ഒരു പരസ്യമായ പ്ലാറ്റ്ഫോമിൽ പരാതികൾ പറയുന്നത്? ഇപ്പോൾ നമ്മുടെ ജയനാഥ് എന്ന് പറഞ്ഞൊരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്യാൻറ്റീനിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DGPക്ക് കത്തെഴുതി. പിന്നെ പോലീസുകാരുടെ സൗകര്യങ്ങൾ, ബസ്, അതായത് കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പോകുന്ന ബറ്റാലിയനിലെ പോലീസുകാരുടെ ബസ്സിന് ഒരു ഹെഡ് റെസ്റ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇതൊക്കെ പ്രോപ്പർ ചാനലിലാണ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് എതിരെ നടപടി വന്നു, പണി കിട്ടുകയൊക്കെ ചെയ്തു. റിസൾട്ട് ഉണ്ടായില്ല. ഞാൻ ചെയ്യുമ്പോഴിപ്പോൾ ഞാനിപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഞാൻ പ്രോപ്പർ ചാനലിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനിലെ റൈറ്റർക്ക് കൊടുക്കുന്നു, റൈറ്റർ CIക്ക് അയക്കുന്നു, മുകളിലും ഇത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുക പോലും ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും എത്തില്ല. മാത്രമല്ല ഈ പോകുന്ന പ്രോസസ്സിന്റെ ഇടയിൽ കൂടെ എനിക്കുള്ള പണി വന്നുകൊണ്ടിരിക്കും. കാരണം മുകളിലേക്ക് പറഞ്ഞ ആൾക്കാരാണല്ലോ. പിന്നെ ഈ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നതിൽ ഇവർ പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. കാരണം നമ്മുടെ തൊട്ട് മുകളിലുള്ള ഓഫീസറെ, അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസർക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ അയാളുടെ തൊട്ട് മുകളിലുള്ള ഓഫീസർക്ക് പരാതി കൊടുക്കാം. ഇപ്പോൾ ഒരു DYSPക്കെതിരെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് SP കൊടുക്കാം. ഞാൻ പറയുന്നത് ഞാൻ ഈ CI മുതൽ DGP വരെയുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണല്ലോ. അപ്പൊ അതിന്റെ മുകളിലുള്ള ആൾക്കല്ലേ ഞാൻ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് മേലേത്. ഫേസ്ബുക്കിൽ ഇടുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഒരു പരാതി കൊടുക്കുന്നത് എവിടെയോ പോയി മറയാതെ നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് ഒരു 90% റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് HDFCക്ക് നമ്മുടെ പോലീസിന്റെ സാലറി മറിക്കാനുള്ള ഒരു വമ്പൻ ശ്രമം നടന്നിരുന്നു. ഒരുപക്ഷെ കോടികളുടെ അഴിമതി വരെ നടക്കാൻ സാധ്യതയുള്ള ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാവുന്ന ഒരു സംഭവം. അത് പോലീസുകാർ മാൻഡേറ്റ് കൊടുക്കണം എന്ന് പറയുന്നു. പിന്നീട് മാൻഡേറ്റ് കൊടുക്കാത്ത പോലീസുകാരോട് ഫിസിക്കലായിട്ട് മാൻഡേറ്റ് എഴുതി വാങ്ങിച്ചിട്ട് ഈ സാലറി റിക്കവറി മറിക്കാൻ തോന്നും. അങ്ങനെ മൊത്തം ഇപ്പോൾ പോലീസിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ പ്രതിസന്ധിയിലായതിന് ഇതിന് പിന്നിലുണ്ട്. കാരണം ഈ റിക്കവറി ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല. സ്പാർക്കിൽ അതിൻ്റെ മോഡ്യൂൾ എടുത്ത് കളഞ്ഞിട്ട് ഇത് HDFC വഴി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആക്കി. പക്ഷേ ഒരു സൈബർ സെല്ലിലുള്ള ഒരു പോലീസുകാരൻ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോലീസിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നു. ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് എഴുതി. ഇങ്ങനെയാണ്, ഇതിൽ നമ്മുടെ സിവിൽ സ്കോർ അടക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പോൾ അന്ന് പോലീസ് അസോസിയേഷൻ്റെ നേതാവ് വന്നിട്ട് പറഞ്ഞു, ഉമേഷ് പള്ളിക്കുന്ന് പോലീസ് നിരക്കാത്ത പണിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സംഭവത്തിന് റിസൾട്ട് ഉണ്ടായി. ഒരുപാട് പോലീസുകാർ മാൻഡേറ്റ് കൊടുക്കാതിരുന്നു, ധൈര്യം കാണിച്ചു. ഈ പ്രൊജക്റ്റ് പൊളിഞ്ഞുപോയി. സ്പാർക്കിലെ മോഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ റിക്കവറി ചെയ്യുന്നത്. ഒരു സ്വകാര്യ ബാങ്കിന് മറിക്കാനുള്ള അത്രയും സംഭവം പൊളിഞ്ഞു. അത് റിസൾട്ട്. പിന്നെ കോഴിക്കോട് ഹെൽമെറ്റിൻ്റെ ഒരു ഇഷ്യൂ, പോലീസുകാർക്ക് തലയിൽ നിൽക്കാത്തൊരു ഹെൽമെറ്റ് കൊടുത്തിരുന്നു. നമ്മളത് പോസ്റ്റ് ഇട്ടു. അടുത്ത മീറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് 2 ഇൻക്രിമെൻറ്റ് പോയി. മറ്റേ HDFCൻ്റെ സംഭവത്തിൽ 2 ഇൻക്രിമെൻറ്റ് പോയി. പക്ഷേ റിസൾട്ട് ഉണ്ടായി.
ഈ ഹെൽമെറ്റിൻ്റെ വിഷയത്തിൽ അതുപോലെ എൻ്റെ ഇൻക്രിമെൻറ്റ് പോയി. പക്ഷേ അടുത്ത ക്രൈം കോൺഫറൻസിന് പോകുന്ന SHOമാരുടെ വണ്ടി മുഴുവൻ ISIമാർക്കുള്ള പുതിയ ഹെൽമെറ്റ് ആയിരുന്നു. ഓക്കെ, റിസൾട്ട് ഉണ്ടാവും. സേനയ്ക്കകത്ത് നിന്നേ ഈ ഉന്നത തലത്തിൽ ഹൈ റാങ്കിൽ നിൽക്കുന്ന പോലീസുകാരുടെ കാര്യമല്ല ഞാൻ ചോദിക്കണേ, അതല്ലാത്ത നിങ്ങളുടെ ഒരു പിയർ ഗ്രൂപ്പിനകത്ത് നിന്ന് പിന്തുണ കിട്ടാറുണ്ടോ? ഞാൻ ആദ്യമൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഷാജിയേട്ടൻ്റെ വിഷയത്തിലൊക്കെയാണ് നമ്മൾ ആത്മഹത്യ ചെയ്ത ഷാജിയേട്ടൻ്റെ വിഷയത്തിലൊക്കെ ആദ്യം പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് FBയിൽ 5000 ഉള്ളത് ഒരു 50 പേര് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു പേടി കൊണ്ട് ഇവർ അൺഫ്രണ്ട് ചെയ്ത് പോകും. ഇപ്പം ഇവൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടെയുള്ള പോലീസുകാരുടെ ആയിരിക്കും കുറഞ്ഞു വരുന്നത്. പക്ഷേ വന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തമായ പിന്തുണയാണ് പോലീസുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. കാരണം ഇപ്പം ഞാൻ എഴുതുന്ന കാര്യങ്ങൾ, ഇപ്പം ആത്മഹത്യയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എല്ലാവരും കടന്നു പോകുന്ന ഒരു അവസ്ഥ അതാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ എഴുതുന്നത് ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും നമ്മുടെ പോസ്റ്റിൽ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും പോലീസുകാരുണ്ട്. ഇപ്പൊ ഈ സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയ്ക്കുള്ളൊരു ധൈര്യം പോലീസുകാർക്ക് വന്നു, ഒരു പിന്തുണ ഉണ്ട്. നമ്മൾ ഉമേഷ് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാനിപ്പോ ഇതില് സാമ്പത്തിക പ്രയാസങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ടീമായിട്ട് കുറച്ച് സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അപ്പൊ അത്രയ്ക്കുള്ളൊരു നമ്മളോട് പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈ റാങ്കിലുള്ള പോലീസുകാരോ അവരെങ്ങനെയാ ഇതിനകത്തേക്ക് കാണുന്നത്? ഹൈ റാങ്കിലുള്ള പോലീസുകാർ ചിലരൊക്കെ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ, നമ്മൾ പറയുന്നത് ശരിയാന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് അവർക്കറിയാലോ, അവന് നഷ്ടം വരും, അവൻ്റെ സാമ്പത്തികമായിട്ട് വളരെ. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫീസർ എന്നോട് പറഞ്ഞത്, നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ നിനക്ക് നിൻ്റെ ശമ്പളവും നിൻ്റെ ഇൻക്രിമെൻറ്റും നഷ്ടപ്പെട്ട് നിനക്ക് ഭാവിയിൽ ഒരു ഫ്രസ്ട്രേഷനായിട്ട് വരും. കാരണം ഇതിൽ ഞങ്ങൾക്ക് ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ഓഫീസേഴ്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് മുകളിലേക്കാണല്ലോ വരുന്നത്. ഇത് നാളെ ആർക്കെതിരെ വരും എന്നുള്ളൊരു പേടി പലർക്കും ഉണ്ടല്ലോ. രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പരിചയമുള്ള രാഷ്ട്രീയ നേതാക്കളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉമേഷ് ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളും കൂടിയിട്ടാ. അത്തരത്തിലുള്ള പിന്തുണ എന്താ? സുഹൃത്തുക്കളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തകരിൽ നിന്ന് ഈ സിസ്റ്റത്തിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിന്തുണയുണ്ടോ? ഇല്ല, ആരും ഒരു പിന്തുണയോ ആരും നമ്മൾ ഇതിൽ ഇടപെടാതിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ഇപ്പം തന്നെ ഈ സംഭവം വന്നപ്പോൾ പോലീസുകാർ നമ്മളെ കൂടെ നിൽക്കുന്നു, ആൾക്കാർ നമ്മളെ കൂടെ നിന്നു. പക്ഷേ ഒരു പാർട്ടിയുടെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് നിങ്ങളിത് സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ, ഇത് പോലീസ് ഒരു അച്ചടക്കം വേണ്ട സംഭവമല്ലേ, അത് ലംഘിക്കുന്നതല്ലേ, സപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെ വ്യക്തികളെ വിളിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് ആൾക്കാർ ഭരണം തിരിച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ശക്തമായിട്ട് നമ്മൾ കൂടെ പിന്തുണയായിട്ട് ഉണ്ടാവുമായിരിക്കും. അതായത് ഇടതുപക്ഷം പിന്തുണയ്ക്കേണ്ട ന്യായമായ ആവശ്യമാണിത്. നമ്മൾ പറയുന്നത് ശരിക്കും ഇടതുപക്ഷ രാഷ്ട്രീയമല്ലേ? അതെ, അത് ഇടതുപക്ഷം പിന്തുണയ്ക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ചെയ്യുന്നില്ല. ഭരണം ആയതുകൊണ്ട് അവർക്കതിനെ, അതായത് നമ്മളിപ്പോൾ ഇതിലെ ഭരണത്തിനെ കുറ്റം പറയുന്നില്ല, നമ്മൾ പോലീസിനെയും കുറ്റം പറയുന്നില്ല. പോലീസിലെ ചില ബാധിച്ചിട്ടുള്ള ചില കീടങ്ങളെ അല്ലെങ്കിൽ ഇതിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിനെ മൊത്തം ഇവൻ പോലീസിനെതിരായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ സർക്കാരിനെതിരാണ് എന്ന് ആരോപിക്കുന്നത് ആണ് പ്രശ്നം. ഇതിന്റെ സസ്പെൻഷൻ ഓർഡറിന്റെ ഭാഷ എന്ന് പറയുന്നത് കുറച്ച് രൂക്ഷമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് അടുത്ത നടപടി ഡിസ്മിസലിലേക്ക് എളുപ്പത്തിലെത്താൻ പാകത്തിലുള്ള അച്ചടക്ക ലംഘനം കൃത്യമായിട്ട് ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഭാഷ തന്നെയാണ് അതിനകത്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു, ഒരു ഡിസ്മിസലിലേക്ക് ഇത് നയിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ സസ്പെൻഷൻ ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒന്ന് ഞാൻ പ്രോപ്പർ ചാനലിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണമായിട്ട്. രണ്ടാമത് പോലീസ് സേനയിലെ മേലുദ്യോഗസ്ഥർക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വസ്തുതയ്ക്ക് നിരക്കാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചു സമൂഹം. ഈ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് അന്വേഷിക്കുക കണ്ടെത്തുക ചെയ്തിട്ടില്ല. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇതിനകത്ത് കുറ്റം സ്ഥാപിച്ച ഒരു രീതിയിലാണ്. ഒരു അന്വേഷണവും നടക്കാണ്ട് ഇത് മുൻവിധിയോടുകൂടി ഇതിങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ SHOയെ കുറിച്ചുള്ള ആരോപണം അത് ഈ ഒപ്പിട്ട SP കൃത്യമായിട്ട് അറിയുന്നതാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റഹീം എന്ന് പറഞ്ഞ പോലീസുകാരൻ ഒരു പ്രതിയെ SHO CK മനോജ് ഇറക്കി വിട്ടിട്ടുള്ളത് SP കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അജിത് വി. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഉള്ളതാണ്. അതേ ആളാണ് പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന്. അപ്പോൾ അത് തെറ്റാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ പറഞ്ഞ പോലെ നമ്മളെ പിരിച്ചുവിടാനുള്ളൊരു നീക്കം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പേപ്പറൊന്നും തന്നിട്ടില്ല, പക്ഷെ ഇത്രയും അച്ചടക്ക നടപടികൾ 20ഓളം ആയിട്ടുണ്ടാകുമ്പോൾ 20ഓളം അച്ചടക്ക നടപടികൾ നേരിട്ടു. അപ്പം ഏതിനാണെന്ന് ചോദിക്കില്ലല്ലോ. 20 തവണ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കൊലപാതക കേസാണോ, പീഡന കേസാണോ, മോഷണ കേസാണോ എന്നും അറിയില്ലല്ലോ.
അപ്പോൾ 20ഓളം തവണ തുടർച്ചയായിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാൾ പോലീസ് സേനയിൽ തുടരാൻ അർഹനല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ആ രീതിയിലൊരു നീക്കം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ മറികടക്കാനേ ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇത് എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ചാൽ വരണടുത്ത് വെച്ച് കാണാന്നുള്ള ലൈനിലാണോ? വരട്ടെ നോക്കാന്നാണ്, വന്നിട്ട് നോക്കാന്നുള്ളതാണ്. അല്ല, ഞാനിത് ഒരു തരത്തിൽ ആസ്വദിച്ച് ഇതാക്കുന്ന ആള്. കാരണം നമ്മളിപ്പോൾ എനിക്കറിയാം ഈ മുഖ്യമന്ത്രിയോട് ഗുണ്ട ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവരെ ഇളകുന്നറിയാം. കാരണം ഇവരെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും കോറയും ഒരു ദിവസം 100-150 വണ്ടികൾ ഒരു സ്റ്റേഷൻ പരിധിയിലൂടെ മണ്ണും മണലുമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കോ തൊടുവോ എന്നുള്ള പേടി ഇവർക്ക് നല്ലോണം ഉണ്ടാവും ഒരു സ്റ്റേഷനിൽ. അപ്പം ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ മറ്റൊരു പേടി ഇതേ കണ്ടിട്ട് പോലീസുകാർ, വേറെ പോലീസുകാരും ഇതേപോലെ ചിന്തിക്കുന്നു. അപ്പോൾ അതൊരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഒരുപാട് പോലീസുകാർ ഇങ്ങനെ തുറന്ന് പറയാനും പറ്റില്ല എന്ന് പറയാനും ചെയ്യില്ല എന്ന് പറയാനും നീതിക്ക് നിരക്കാത്താണ് ചെയ്യില്ല എന്ന് പറയാനൊക്കെ തയ്യാറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൂടുതലായിട്ട് വളരുകയും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനുണ്ടെന്ന് വിചാരിക്കും, ഒരു ഒറ്റ പോലീസുകാരൻ ഓരോ പോലീസ് സ്റ്റേഷനിലും വിചാരിച്ചാൽ ആ സ്റ്റേഷനിൽ ഈ സംഭവങ്ങൾ നടക്കുകയും അത് കൃത്യമായിട്ട് മുകളിലേക്ക് വിവരം കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല, ഒക്കെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ ഈ വിവരം കൊടുക്കുന്ന മോളിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മൾ വിവരം കൊടുക്കുന്ന SP-യോ, ഇപ്പോൾ SP ആണ് ഈ പറഞ്ഞ വസ്തുതയ്ക്ക് നിരക്കാത്തതെന്ന് പറയുന്ന SP-ക്ക് നമ്മൾ വിവരം കൊടുത്തിട്ട് കാര്യമുണ്ടോ? കൃത്യമായിട്ട് ഒരു കൈക്കൂലി ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ എത്തുന്ന അതേ ആൾക്കാർക്ക് നമ്മൾ വിവരം കൊടുത്തിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ആശ്രയിക്കുന്നത്. ഈ കറപ്ഷൻ എന്ന് പറയുന്ന സംഗതിയെ വ്യാപകമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് അത് തിരുത്തപ്പെടും, അല്ലെങ്കിൽ ഈ കറപ്ഷനെതിരെ സമരം ചെയ്തിരുന്ന ഒരു കാലത്ത് അതിനെതിരെ പ്രോപ്പറായിട്ട് നിന്നിരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതിലാണ് നമുക്കിപ്പോൾ ആക്സസ് ഇല്ലാതായി പോകുന്നത്. ഇങ്ങനൊരു കറപ്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടാണെങ്കിലും നീതിന്യായ വ്യവസ്ഥയിലാണെങ്കിലും ഒരു സിസ്റ്റത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിലും ഒക്കെ നമ്മളത് ഇടതുപക്ഷ വിരുദ്ധതയായിട്ടും സർക്കാർ വിരുദ്ധതയായിട്ടുമാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് ടോപ്പ് ടു ബോട്ടം അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ നിസ്സഹായതയാണോ തോന്നുന്നത് ഈ സിസ്റ്റം വീണ്ടും ഒരു പ്രോപ്പർ ചാനലിലേക്ക്, അതായത് സിസ്റ്റത്തിലെ ഒരു ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങളെപ്പോലുള്ള ആളുകൾ, അങ്ങനൊരു മാറ്റത്തിലേക്ക് എളുപ്പമാണോ ഇനി തിരിച്ച് മറിയാൻ? വലിയ ബുദ്ധിമുട്ടാണ്. ഈ അഴിമതി കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നോർമലാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം, പൊതുസമൂഹം കൂടി അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പൊ തന്നെ എൻ്റെ പോസ്റ്റിന് പൊതുവെ മൊത്തം അനുകൂലിച്ചും കൊണ്ടുള്ള, മുൻപൊന്നും ഇല്ലാത്ത വിധം, മുമ്പൊക്കെ ആൾക്കാർ ചീത്ത വിളിക്കായിരുന്നെങ്കിൽ അതൊന്നും ഇല്ലാത്ത വിധം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ റഷീദ് ആനപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു പത്രപ്രവർത്തകൻ ഉണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ഇതാണ്, ദേശാഭിമാനി റിപ്പോർട്ടറാണ്. അദ്ദേഹം മാത്രം ഒരു നീണ്ട കുറിപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇട്ട കുറിപ്പിൽ പറയുന്നത് ഇത് പോലീസിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പുഴുക്കുത്തുകൾ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മളത് സഹിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതൊരു ഒരു ന്യായീകരണമാണ്, നമ്മളത് സഹിക്കണം. ഈ സഹിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഉരുട്ടിക്കൊല പോലും നടക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ഒരാളെ ഉരുട്ടിക്കൊല്ലുന്ന തരത്തിൽ മർദ്ദിക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയണം, അല്ലെങ്കിൽ ഈ ചെയ്യുന്നവരെ ഞാൻ പുറത്തറിയിക്കും എന്ന് പറഞ്ഞാൽ ആ മർഡർ അവിടെ നടക്കില്ല. ഈ മർഡർ നടന്നിട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള പോലീസുകാരാണ് ഇപ്പൊ താനൂര് തന്നെ കൃഷ്ണലാൽ എന്ന് പറഞ്ഞ ആള് മീഡിയക്ക് പുറത്ത് പോയി, ഒളിവിൽ പോയിട്ട് മീഡിയക്ക് വിവരം കൊടുത്തിട്ടില്ലെങ്കിൽ ആ സ്റ്റേഷനിലെ ആൾക്കാരായിരിക്കും സസ്പെൻഷൻ. ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ GD ചാർജ്, അന്നത്തെ പാറാവ്, അന്നത്തെ ചാർജുള്ള ഓഫീസർ, ഇത്രയും പേരായിരിക്കും ഈ കേസിൽ പ്രതിയാവുന്നത്. അത് നെടുങ്കണ്ടത്തിലൊക്കെ ഒരു വനിതാ പോലീസുകാരി ഉണ്ട്, അവൾ അവിടുത്തെ പാറാവുകാരിയാണ്, അവൾ ഈ ഉരുട്ടിക്കൊല കേസിൽ പ്രതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് അയാൾ പറഞ്ഞത് കൊണ്ടാണ് ഈ സ്ക്വാഡിലുള്ള ആൾക്കാർ പ്രതിയാവുന്നത്. ഈ സ്ക്വാഡ് എന്ന് പറയുന്നത് ഈ 4 പേര് ഉൾപ്പെട്ട ഒരു സംഭവമല്ല. അതിനൊരു ഓഫീസറുണ്ട്, അതിനെ നയിക്കുന്ന IPS-കാരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ 4 പേര് പ്രതിയായി. പക്ഷെ ഇതിനെ അവിടെ ഒരാൾ, ഈ കൂട്ടത്തിൽ ഒരാൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആൾ മരിക്കൂല, ഈ ഇത്രയും പേര് ജയിലിൽ പോയി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ AV ജോർജിന്റെ വിഷയത്തിലൊക്കെ അറിയാലോ, അതിലും പോലീസുകാർ താഴേക്കിടയുള്ളവരാണ് വിക്ടിമാവുന്നത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് ശരിയല്ല എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു ജില്ലയിൽ ഒരു 10 പോലീസുകാർ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാറും. നമ്മൾ പറയുമല്ലോ, അതായത് ഒരു ഭയങ്കരമായിട്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു ഓഫീസിൽ അങ്ങനെ വാങ്ങിക്കരുത് എന്ന മൂല്യബോധം വെച്ച് പോകുന്ന ഒരു ആൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അയാൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നൊരു സിസ്റ്റമാണ് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് റിബലായിട്ട് നിൽക്കേണ്ടി വരുമ്പോഴേ, ഇപ്പോൾ കുറേ ആയില്ലേ സർവീസിൽ,
സിസ്റ്റം ഇങ്ങനെ തന്നെയാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ നിരന്തര മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ജോലി ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ എനിക്ക് ആറന്മുളയൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ കൈക്കൂലി വാങ്ങുന്നതൊക്കെ അങ്ങനെ ആണ്. ഞാൻ വേറെ ജോലി ചെയ്യുന്നിടത്തൊന്നും ഈ കൈക്കൂലിയുടെ സംഭവങ്ങളൊന്നും കേട്ടിട്ടില്ല. നമ്മൾ ആറന്മുള പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു മാസ്റ്റർ എഴുതാൻ പോകുന്നു. മാസ്റ്റർ എഴുതാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പാറയുടെ സൈഡിലൊക്കെ വീട്ടിലായിരിക്കും. നമ്മൾ മാസ്റ്റർ എഴുതി വരുമ്പോൾ അവർ നമ്മളെ കയ്യിൽ 500 രൂപ വെച്ച് തരാണ്. അപ്പൊ നമ്മളത് വേണ്ടാന്ന് പറയുമ്പോൾ ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറയും ഞാൻ ഇതുവരെ ഇത് മേടിച്ചിട്ടില്ല അങ്ങനെ. അപ്പൊ അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് കാണുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഫറോക്കൊക്കെ ആയാലും നമ്മളെ മുമ്പിൽ നിന്ന് ആരും വാങ്ങുന്നത് കണ്ടിട്ടില്ല. എന്തെങ്കിലും പോലീസുകാർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാവുന്ന സമയത്ത് പോലീസിന്റെ ആത്മവീര്യം തകരുമെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ടേമിലുമായിട്ട് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. പോലീസ് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല എന്നുള്ള വിമർശനം തന്നെയാണ് പുറത്തു നിൽക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നത്. അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് അതിനകത്ത് നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുന്നത്? എവിടെയാണ് പുള്ളിക്ക് പാളിപ്പോകുന്നത്? അടിസ്ഥാനപരമായിട്ട് പോലീസിംഗ് എന്ന് പറഞ്ഞ സംവിധാനം നടക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലാണ്. സ്റ്റേഷനുകളിലെ പോലീസുകാരാണ്, സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്റ്റേഷനുകളിൽ എന്താണ് നടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേഷനുകളിൽ എന്താണ് നടക്കുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിയുന്നില്ല. ആ ഉദ്യോഗസ്ഥർ ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഹോം മിനിസ്റ്റർ അറിയുന്നുള്ളൂ. പക്ഷെ മുമ്പൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ സർവീസിൽ വന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ, കോടിയേരി ബാലകൃഷ്ണൻ സാറ്, അപ്പോൾ ഇവരൊക്കെ ആഭ്യന്തരമന്ത്രിയാകും പോലീസുകാർക്ക് നമ്മുടെ മിനിസ്റ്റർ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പോലീസുകാരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനും പോലീസുകാരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അനാഥത്വം മൊത്തം ഈ പോലീസ് സേനയ്ക്കകത്തുണ്ട്. അതായത് നമുക്ക് പറയാനൊരു മിനിസ്റ്റർ ഇല്ല. നമുക്കിപ്പോൾ ഇപ്പോൾ ആരോഗ്യവകുപ്പിനാണെങ്കിൽ വീണ ജോർജ് ഉണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് ആണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആരും ഒരു നാഥനില്ല എന്നുള്ള തോന്നൽ അത് വലതുപക്ഷ ഇടതുപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ പോലീസുകാരിലും ഉണ്ട്. ചുരുക്കം ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റാത്തവരുണ്ടാവുമായിരിക്കും, അവർ ചിലപ്പോൾ ഞാൻ പറയുന്നതിനെ നിഷേധിക്കുമായിരിക്കും. പക്ഷേ പൊതുവെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സാധാരണ കാണുന്ന എല്ലാവർക്കും ഈ സംഭവമുണ്ട്. പിന്നെ പോലീസിനെ വിനിയോഗിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പോലീസ് 50,000 പോലീസിൽ 20,000 പോലീസുകാർ മാത്രമേ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബാക്കി പോലീസുകാർ പല പല സ്ഥലങ്ങളിലായിരിക്കും. ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ സർവീസിൽ തന്നെ പോലീസ് സ്റ്റേഷൻ കാണാത്ത റിട്ടയർ ആയി പോകുന്ന പോലീസുകാരുണ്ട്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് വിന്യസിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഹോം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യങ്ങളിൽ കുറേ കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന് സമയം ഇല്ലാഞ്ഞിട്ടായിരിക്കാം, പക്ഷെ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അത് പോലീസുകാരോട് തന്നെ ചോദിക്കണം. അപ്പോൾ അല്ലാണ്ട് ഈ പറയുന്ന സംഭവത്തിലൊന്നും മനസ്സിലാവില്ല. ഇതിങ്ങനെ മുകളിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടുകളല്ലേ, ആ റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉമേഷ് പള്ളിക്കുന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കും പലപ്പോഴും പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ശ്രമിക്കണം, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നോക്കാൻ പറ്റുന്ന, കാരണം അത്രയ്ക്ക് വൈഡായിട്ടുള്ളൊരു സംഭവങ്ങളാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സർക്കാരിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ വരും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വകുപ്പിനെ നോക്കാൻ വേണ്ടി സ്വതന്ത്രമായിട്ടൊരു മന്ത്രിയെ തരിക, അതൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടിയേ, പോലീസ് സേനയ്ക്കകത്തെ രാഷ്ട്രീയ ഇടപെടലുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് നമ്മൾ വിമർശനം, അതായത് സംഘപരിവാർ അനുകൂല പോലീസുകാരുടെ എണ്ണം പോലീസ് സേനയ്ക്കുള്ളിൽ കൂടുന്നു, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനകത്ത് ഇടതുപക്ഷത്തിന് ഒരു റോളില്ലാതായി പോകുന്നു രാഷ്ട്രീയമായിട്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉണ്ടാവാറുണ്ട്. അതായത് പോലീസ് സേന വലതുപക്ഷവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണം, അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? അതിപ്പോൾ ഇടതുപക്ഷം 8 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലെ പോലീസിൽ ഒരു സാധാരണ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രതിനിധിക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സത്യത്തിൽ അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ പലപ്പോഴും നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ CPM-മാർക്ക് പോലീസ് സ്റ്റേഷനിൽ ആക്സസ് ഇല്ല, അതേസമയം BJP-ക്കാർ പോയ കാര്യം നടക്കും എന്നുള്ളൊരു പറച്ചിലുണ്ട്. അപ്പോൾ അതിൽ കഴമ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം ശമ്പളം ഇല്ലാതിരിക്കുന്നുണ്ട്,
ഒരു എന്താ പറയുക, ജോലി തുടരുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തിരിച്ച് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എന്താണ് ഇനി മുന്നിലേക്കുള്ള പരിപാടികൾ? മുന്നിലേക്ക് സസ്പെൻഷൻ ഉണ്ട്, അവരന്വേഷിക്കട്ടെ, അന്വേഷണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ സസ്പെൻഷൻ പിൻവലിക്കാനൊന്നും കൊടുക്കുന്നില്ല. പിന്നെ പിരിച്ചുവിടൽ നടപടികൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. ഈ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിനകത്തുള്ള ഒരു വാചകം എങ്ങനെയാണ്? പോലീസിലെ ഉന്നതരായ ക്രിമിനലുകളുടെ ഊളത്തരങ്ങൾ തുറന്നു കാണിച്ചതിനാണ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ അങ്ങയുടെ വകുപ്പിൽ പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് തട്ടിയ എന്നെ തിരിച്ചയക്കാനുള്ള ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ സേനാംഗങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്ന് അങ്ങയുടെ സെക്രട്ടറി നിഷേധിച്ചത്. അതായത് ആഭ്യന്തര വകുപ്പ് ഉന്നത തലത്തിൽ തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ തരത്തിൽ ട്രിബ്യൂണൽ ഉത്തരവിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പോലീസ് സ്റ്റേഷനിലോ ഒരു ജില്ലയിലോ ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. നേരിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ മേൽനോട്ടത്തിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചാപരിധിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? അത് ഇടപെടൽ എന്ന് പറയുന്നത് നേരിട്ട് നടക്കുന്നുണ്ട്. അത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോയി. അപ്പം പത്തനംതിട്ടയിൽ ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്വാർട്ടേഴ്സ് ഒഴിയാൻ വേണ്ടി നോട്ടീസ് തന്നു, ഇവിടുത്തെ ക്വാർട്ടേഴ്സ്. അപ്പോൾ അത് നമുക്ക് സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം നമ്മളത് ക്വാർട്ടേഴ്സ് ഒഴിയുന്നതിന് മുമ്പ് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റിൽ കൊടുക്കുന്നത്. ഇങ്ങനെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അത് ഒഴിയുന്ന ഇങ്ങോട്ട് മാറ്റി തരുന്നത്. അപ്പോൾ കാറ്റിൽ നിന്നുള്ള ഉത്തരവ് ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞതിന് ശേഷമാണ് വന്നത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പോൾ ഈ ഉത്തരവിൽ ഹോം സെക്രട്ടറിക്ക് കൊടുത്ത നിർദ്ദേശം എന്നെ നേരിട്ട് കേട്ടതിന് ശേഷം കോഴിക്കോട് ജില്ലയിലോ ഇവിടെ വേക്കൻസി ഇല്ലെങ്കിൽ മാത്രം തൊട്ടടുത്ത ജില്ലയിലോ എന്നെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് മാസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഒരു മറുപടി കിട്ടിയത് കാറ്റിന് കൊടുത്ത മറുപടിയുടെ കോപ്പി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പോലീസുകാരൻ ഇന്ന എത്ര കാര്യങ്ങളിൽ അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാളെ നേരിട്ട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹാജരായിട്ടില്ല എന്ന്. പക്ഷെ എനിക്ക് നോട്ടീസൊന്നും തന്നിട്ടില്ല. അത് പച്ചക്കള്ളം പറയുന്നതാണ്. കാരണം എനിക്ക് നോട്ടീസ് തന്ന് എന്നെ വിളിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നെ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹാജരായിട്ടില്ല. അതുകൊണ്ട് ടിയാനെ കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഇത്രയും നടപടികളുള്ള ഒരാളെ കോഴിക്കോട്ടേക്ക് മാറ്റുന്നത് സേനാംഗങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നതിനാൽ ടിയാനെ പത്തനംതിട്ട തന്നെ നിലനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ട്രിബ്യൂണലിന്റെ ഉത്തരവ് നടപ്പാക്കുന്നു എന്ന്. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞ ട്രിബ്യൂണൽ ചെയ്യാതെ ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് നടപ്പാക്കുന്നു എന്നുള്ളൊരു വൈരുദ്ധ്യം വെച്ചിട്ടാണ് ആ സംഭവം കൊടുത്തത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ. ഈ പോലീസുകാർക്കെതിരെ ഇത്തരം വലിയ കേസുകൾ വരുന്ന സമയത്ത് പോലീസുകാരുടെ ആത്മവീര്യം തകരാറിലാവും. അതുകൊണ്ട് പോലീസുകാർക്കെതിരെ നടപടി എടുക്കില്ല എന്ന എന്താ പറയുക, വിഖ്യാത വാചകങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടേതായിട്ടുണ്ട്. പോലീസ് സേനാംഗങ്ങളുടെ ആത്മവീര്യം തകരുന്നത് ഇത്തരത്തിൽ നടപടികൾ എടുക്കുമ്പോഴാണോ, പ്രോപ്പറായിട്ട് ചാനൽ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണോ? ആത്മവീര്യം തരുമെന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും കൊലക്കേസിലോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർക്കെതിരെ നടപടി എടുക്കുന്ന കാര്യത്തിലാണ് ആത്മവീര്യം തകരുമെന്ന് പറയുന്നത് കേൾക്കുന്നത്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് എനിക്കെതിരെ നടപടി എടുക്കുമ്പോൾ സേനാംഗങ്ങളുടെ ആത്മവീര്യം തകരുന്നില്ല. സേനാംഗങ്ങളുടെ ഭൂരിപക്ഷം ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരു പഠനവും നടത്തുന്നില്ല. അവർ കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ യോഗ നടത്തണം. യോഗ എന്ന് പറഞ്ഞാൽ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന യോഗ വേറൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒരുപാട് ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു 60-70 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്തിട്ട് സ്റ്റേഷനിൽ എത്തുന്ന ഒരാളുണ്ട്. ഈ യോഗയുള്ള ദിവസം 7 മണിക്ക് വരണം, 8 മണിക്ക് വരുന്ന ആൾ 1 മണിക്കൂർ നേരത്തെ എത്തണം. അപ്പം അന്ന് ഒരു വനിതാ പോലീസുകാരിയാണെങ്കിൽ മിക്കവാറും ഇപ്പം നമ്മുടെ സിസ്റ്റം എന്തൊക്കെ പറഞ്ഞാലും വനിതകൾ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വനിതാ പോലീസുകാരി 1 മണിക്കൂർ നേരത്തെ എത്തണം എന്നുണ്ടെങ്കിൽ അവർ എത്ര സ്ട്രെയിൻ ചെയ്യണം. അവർക്ക് ഈ യോഗ ഉണ്ട് എന്ന് പറയുന്ന ദിവസം തൊട്ട് ഇതിന്റെ ടെൻഷൻ തുടങ്ങും, ഈ സമ്മർദ്ദം. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക മണ്ടൻ പരിഹാരങ്ങളൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് പറയുന്നത്, ഈ സമ്മർദ്ദം കുറയ്ക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ആത്മവീര്യം എന്ന് പറയുന്നത് കൂട്ടണമെങ്കിൽ സിസ്റ്റം അതെ എന്തിലാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കണ്ടേ. അതിനുള്ളൊരു പഠനം നടത്തിയിട്ടില്ല. പിന്നെ VRS എടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ VRS എടുത്ത് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ VRS എടുക്കുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയുന്നു. അവർക്ക് അത്രയും അടുത്തിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നവരാണ്. അവർ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഈ VRS എടുക്കുന്നതിന് ഇവരുടെ പ്രശ്നങ്ങൾ
മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ തൃശ്ശൂർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ഉണ്ടാക്കിയതിൽ അതിൻ്റെ 75% മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്. മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ പ്രശ്നങ്ങൾ അറിയാത്ത ആൾക്കാരാണ്. കാരണം അവർ രാവിലെ 10 മണിക്ക് വരുന്ന 5 മണിക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കിവിടെ ഡേ ടു ഡേ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. പിന്നെ അതിലുണ്ടാകുന്നതും ഈ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരെ അതിലിട്ടിട്ട് കാര്യമില്ല. പോലീസ് സ്റ്റേഷനിലെ സമ്മർദ്ദം എങ്ങനെ ഉണ്ടാകുന്നത് അതിനകത്ത് നിൽക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ പുറമെ കാണുന്ന പോലെയല്ല. നമ്മൾ പോകുന്ന ജോലി ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. ഒരു ജോലിയല്ല അവർ ചെയ്യുന്നത്, ഒരുപാട് ജോലി. ഇപ്പോൾ പാറാവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സ്റ്റേഷൻ്റെ സുരക്ഷ അതാണ് നോക്കുന്നതെന്ന്. ഈ പാറാവ് എന്ന് പറഞ്ഞ പോലീസുകാരനെ അവിടെ നിന്ന് തിരിയാൻ നേരില്ല. അയാൾ ഒരുപാട് പെർഫോമുകൾ ഉണ്ടാക്കണം. ഈ നമ്മുടെ സ്റ്റേഷനിലൊക്കെ ക്രൈം ഡ്രൈവിൻ്റെ പണി മുഴുവൻ അവരെടുക്കുന്നത്, മുഴുവൻ നിലം തൊടാത്ത പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഏറ്റവും താഴെക്കടയുള്ള പോലീസുകാരനെ ബലിയാടാക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? അത്രേ ഉള്ളൂ.